ശ്രീഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. സംസാരസിന്ധോസ്തരണൈകഹേതൂൻ ദധേ ഗുരൂൻ മൂർധ്നി ശിവസ്വരൂപാൻ രജാംസി യേഷാം പദപങ്കജാനാം തീർത്ഥാഭിഷേകശ്രിയമാവഹന്തി. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഏകദന്തം മഹാകായം തപ്തകാഞ്ജനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അഗജാനനപദ്മാർക്കം ഗജാനനമഹർനിശം അനേകദന്തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്ഥജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ശരണാഗതദീനാർത്തപരിത്രാണപരായണേ സർവസ്യാർത്തിഹരേ ദേവി നാരായണി നമോസ്തുതേ. ശരണാഗതദീനാർത്തപരിത്രാണപരായണേ ആപന്നാർത്തിഹരേ ദേവി നാരായണി നമോസ്തുതേ. സൃഷ്ടിസ്ഥിതിവിനാശാനാം ശക്തിഭൂതേ സനാതനി ഗുണാശ്രയേ ഗുണമയേ നാരായണി നമോസ്തുതേ. സർവബാധാപ്രശമനം ത്രൈലോക്യസ്യാഖിലേശ്വരി ഏവമേവ ത്വയാ കാര്യം അസ്മദ്വൈരിവിനാശനം. മാതർമേ മധുകൈടഭഗ്നിമഹിഷപ്രാണാപഹാരോദ്യമേ ഹേലാനിർമ്മിതധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ഡാർദിനേ. നിശേഷീകൃതരക്തബീജതനുജേ നിത്യേ നിശുംഭാപഹേ ശുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബികേ. ദുർഗേ നമസ്തേംബികേ. ദുർഗേ നമസ്തേംബികേ. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീഷേ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ഇവിടെ മഹിഷാസുരനുമായിട്ടുള്ള യുദ്ധത്തിന് വേണ്ടിയിട്ട് സകല ദേവന്മാരുടെയും ഇച്ഛയനുസരിച്ച് ആ മഹാമായ നിർവചിക്കാൻ പറ്റാത്ത അത്രയും ശക്തിയോടുകൂടിയിരിക്കുന്ന സ്വരൂപത്തെ സ്വീകരിച്ചുകൊണ്ട് സകല ദേവന്മാരുടെയും ശക്തിയെ ആവാഹിച്ചുകൊണ്ട് സകല ദേവന്മാരാലും നൽകപ്പെട്ട ആയുധങ്ങളെക്കൊണ്ട് നിറഞ്ഞവളായിട്ട് അനേകം ഹസ്തങ്ങളോട് കൂടിയിട്ടുള്ളവളായിട്ട് 3 കണ്ണുകളോടുകൂടിയുള്ളവളായിട്ട് അങ്ങനെ ഈ പ്രപഞ്ചത്തെ തന്നെ നിശ്ചലമാക്കാനുള്ള ശക്തി സ്വരൂപത്തോടു കൂടിയവളായിട്ട് മാറി ആ ശക്തിയോട് യുദ്ധം ചെയ്യാനായിട്ട് മഹിഷാസുരന്റെ സൈന്യം പലതരത്തിലുള്ള സേനകളോടൊപ്പം അവിടേക്ക് പുറപ്പെട്ടു എന്നാണ് പറഞ്ഞത്. കോടിക്കണക്കിന്, എണ്ണിയാൽ തീരാത്തത്രയും കോടിക്കണക്കിന് സേനയാണ് അവിടെ മഹിഷാസുരന്റെ ഭാഗത്തുള്ളത്. ഇവിടെ മറുഭാഗത്ത് ശക്തി സ്വരൂപിണിയായിരിക്കുന്ന ആ ദേവി മാത്രമാണ് ഉള്ളത്. അങ്ങനെയുള്ള ആ യുദ്ധത്തിന്റെ ആരംഭമാണ് നമ്മൾ കണ്ടത്. നോക്കൂ. തോമരൈർഭിന്ദിപാലൈശ്ച ശക്തിഭിർമുസലൈസ്തഥാ യുയുധുഃ സംയുഗേ ദേവ്യാ
ഖഡ്ഗൈഃ പരശുപട്ടിശൈഃ കേചിच्च ചിക്ഷിപുഃ ശക്തിഃ കേചിൽ പാശാംസ്തഥാ പരേ ദേവീം ഖഡ്ഗപ്രഹാരൈസ്തു തേ താം ഹന്തും പ്രചക്രമുഃ. എന്താണ് നോക്കൂ. സംയുഗേ തോമരൈഃ ഭിന്ദിപാലൈഃ ശക്തിഭിഃ മുസലൈഃ പരശുപട്ടിശൈഃ ദേവ്യാ യുയുധു. യുയുധു എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്തു. ആരാണ് യുദ്ധം ചെയ്തത്? നോക്കൂ. സംയുഗേ, സംയുഗേ എന്ന് പറഞ്ഞാൽ സംയുഗത്തിൽ. എന്താണ് സംയുഗം എന്ന് പറഞ്ഞാൽ? യുദ്ധം. അപ്പം സംയുഗേ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ. സാധാരണ സംസ്കൃതം ഉച്ചരിക്കുമ്പം സംയുഗം എന്നുള്ളത് സംയുഗം എന്ന് ഉച്ചരിക്കാറില്ല. പഴയ സംസ്കൃതത്തിൽ സംയുഗം എന്നാണ് ഉച്ചരിക്കുക. അവിടെ അനുസ്വാരം എന്ന അനുസ്വാരം ആ അനുസ്വാരമായിട്ട് എന്ന രീതിയിൽ കേൾക്കാറില്ല എന്ന് പറഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ കേൾക്കാറില്ല. അതുപോലെ സംഗ്രാമം എന്നുള്ളത് സംഗ്രാമം എന്നാണ് ഉച്ചരിക്കുക. പലപ്പോഴും അനുസ്വാരം ആ പൂർണ്ണമായ ശബ്ദത്തിൽ ഉച്ചരിക്കാറില്ല. അത് ഈ ഒരു തരത്തിലാണ് പലപ്പോഴും ഉച്ചരിക്കുന്നത്. അത് പഴയകാല സംസ്കൃതത്തിന്റെ ഒരു ഉച്ചാരണ ശൈലിയാണ്. ഇന്നും അത് പിന്തുടരുന്ന ആൾക്കാർ ധാരാളമായിട്ടുണ്ട്. എന്തായാലും ഇവിടെ സംയുഗേ, അത് സംയുഗേ എന്നും വായിക്കാം. പക്ഷേ ശരിയായ ഉച്ചാരണ ശൈലി സംയുഗേ എന്നാണ് പറയുന്നത് സംസ്കൃത നിയമം അനുസരിച്ച്. എന്തായാലും സംയുഗേ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ. തോമരൈഃ, തോമരങ്ങളാൽ അല്ലെങ്കിൽ തോമരങ്ങളെ കൊണ്ട്. തോമരങ്ങൾ എന്ന് പറയുന്ന ആയുധം, അതിന് സർവല എന്നും കൂടെ പറയും. സർവല. അതുപോലെ തന്നെ ഈ സർവല എന്ന് ഉച്ചരിക്കുമ്പോഴും സർവ എന്നാണ് ഉച്ചരിക്കുക. അത് പഴയ സംസ്കൃതത്തിന്റെ ഒരു ഉച്ചാരണ ശൈലിയാണ്. സർവ എന്നാണ് സാധാരണ എല്ലാവരും ഉച്ചരിക്കുന്നത്. സർവം. അപ്പൊ പഴയ ഉച്ചാരണ ശൈലിയിൽ സർവ എന്നാണ് ഉച്ചരിക്കുക. അപ്പൊ സർവല എന്ന ആയുധങ്ങളാണ്. എന്താണ് തോമരം എന്ന് പറഞ്ഞാല്. അപ്പൊ അങ്ങനെയുള്ള തോമരങ്ങൾ എന്ന് പറയുന്ന ആയുധങ്ങളെ കൊണ്ടും ഭിന്ദിപാലൈഃ, ഭിന്ദിപാലങ്ങളെ കൊണ്ടും. ഭിന്ദിപാലം എന്ന് പറയുന്നത് ഒരു തരം ദണ്ഡാണ്. അതായത് കൈകളെ കൊണ്ട് എറിയുന്ന ഒരു തരം ദണ്ഡിനെയാണ് ഭിന്ദിപാലം എന്ന് പറയുക. അങ്ങനെയുള്ള ഭിന്ദിപാലങ്ങളെ കൊണ്ടും ശക്തികളെ കൊണ്ടും. ശക്തി എന്ന് പറഞ്ഞാൽ വേൽ. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. വേൽ എന്താണ്, വേലിന്റെ പ്രാധാന്യം എന്താണ്, തന്ത്രശാസ്ത്രത്തിൽ അതിന്റെ പ്രസക്തി എന്താണ് എന്നുള്ളതിനൊക്കെ കുറിച്ച് പറഞ്ഞതാണ്. യോഗശാസ്ത്രത്തിലും അതിന്റെ പ്രസക്തി പറഞ്ഞതാണ്. ശക്തിഭി എന്ന് പറഞ്ഞാൽ വേലുകളെ കൊണ്ടും. മുസലൈഃ, മുസലങ്ങളെ കൊണ്ടും. മുസലം എന്ന് പറഞ്ഞാൽ ഉലക്കകളെ കൊണ്ടും. പരശുപട്ടിശൈഃ, പരശുവിനെ കൊണ്ടും പട്ടിശങ്ങളെ കൊണ്ടും. പരശു എന്ന് പറഞ്ഞാൽ കോടാലി. പട്ടിശം എന്ന് പറഞ്ഞാൽ പരന്ന ഒരു തരത്തിലുള്ള വാളിനെയാണ് പട്ടിശം എന്ന് പറയാം. അപ്പൊ അങ്ങനെയുള്ള വാളുകളെ കൊണ്ടും. കേജിൽ ശക്തിം കേജിൽ പാശാഞ്ച ചിക്ഷിപു. കേജിൽ ചില ആളുകൾ ശക്തിയെയും വേലിനെയും, കേജിൽ പാശാഞ്ച ചില ആളുകൾ പാശങ്ങളെയും, പാശം എന്ന് പറഞ്ഞാൽ കയറുകളെയും ചിക്ഷിപു ചിക്ഷേപണം ചെയ്തു എന്ന് പറഞ്ഞാൽ യുദ്ധത്തിനായിട്ട് പ്രയോഗിച്ചു എന്നൊക്കെ അർത്ഥം. തഥാ അപ്രകാരം, അതുപോലെ അപരേതു അപരന്മാര് മറ്റു ചിലർ തു ആകട്ടെ തേ അവർ ഖഡ്ഗപ്രഹാരൈഃ താം ദേവീം ഹന്തും പ്രചക്രമോ. ഖഡ്ഗപ്രഹാരൈഃ, ഖഡ്ഗങ്ങളുടെ പ്രഹാരങ്ങളെ കൊണ്ട്, വാളുകളുടെ പ്രഹാരങ്ങളെ കൊണ്ട്. അതായത് ഖഡ്ഗം എന്ന് പറഞ്ഞാൽ വാള്. ഖഡ്ഗങ്ങളുടെ പ്രഹാരം, വാളുകളുടെ പ്രഹാരം. വാളുകളെ കൊണ്ട് പ്രഹരിക്കുക, വെട്ടുക എന്നൊക്കെ അർത്ഥം. വാളുകളെ കൊണ്ട് വെട്ടിയിട്ട് താം ദേവീം, താം എന്ന് വെച്ചാൽ അവളെ, ദേവീം ദേവിയെ. അപ്പൊ ദേവീം എന്നുള്ളതിന്റെ വിശേഷണമാണ് താം എന്നുള്ളത്. അപ്പോ താം ദേവീം എന്ന് പറഞ്ഞാൽ ആ ദേവിയെ ഹന്തും ഹനിക്കുവാനായിട്ട്, ഇല്ലാതാക്കുവാനായിട്ട്, വധിക്കുവാനായിട്ട് പ്രചക്രമം ചെയ്തു, പ്രയത്നിച്ചു എന്നർത്ഥം. അതായത് അതിനുവേണ്ടി പ്രവർത്തനം ചെയ്തു, ആ ദേവിയെ വധിക്കുവാനായിട്ട് പ്രവർത്തനം ചെയ്തു. അപ്പൊ എന്താ പറഞ്ഞത്? യുദ്ധത്തില് ചില ആളുകള് തോമരങ്ങളെ കൊണ്ടും, ചിലര് ഭിന്ദിപാലങ്ങളെ കൊണ്ടും, ചിലര് വേലിനെ കൊണ്ടും, ചിലര് ഉലക്കകളെ കൊണ്ടും, ചില ആളുകള് പരശു അതായത് മഴുവിനെ കൊണ്ടും അല്ലെങ്കിൽ കോടാലിയെ കൊണ്ടും പരന്ന തരത്തിലുള്ള വാളുകളെ കൊണ്ടും ദേവിയുമായിട്ട് യുദ്ധം ചെയ്തു.
ദേവ്യായുയുധു, ദേവിയുമായിട്ട് യുദ്ധം ചെയ്തു. എന്നാൽ മറ്റു ചിലരോ ശക്തിയെ ഉപയോഗിച്ച്, വേലിനെ ഉപയോഗിച്ച്, അതുപോലെ പാശത്തെ ഉപയോഗിച്ച്, അതായത് കയറിനെ ഉപയോഗിച്ച് യുദ്ധം ചെയ്തു. അതുപോലെ തന്നെ മറ്റു ചിലർ വാളിന്റെ പ്രഹരം കൊണ്ട് ആ ദേവിയെ വധിക്കുവാനായിട്ട് പ്രയത്നിച്ചു, അത്യധികം പ്രയത്നം ചെയ്തു. എന്നിട്ട് പറയുന്നു, സാപി ദേവി തതസ്ഥാനി ശസ്ത്രാണ്യസ്ത്രാണി ചണ്ഡിക ലീലയൈവ പ്രചിച്ഛേദ നിജശസ്ത്രാസ്ത്രവർഷിണി. എന്താണ്? തതഃ സാ ചണ്ഡികാദേവി അപി താനി ശസ്ത്രാണി അസ്ത്രാണി നിജശസ്ത്രാസ്ത്രവർഷിണി ലീലയാ ഏവ പ്രചിച്ഛേദ. പ്രചിച്ഛേദ എന്ന് പറഞ്ഞാൽ പ്രകർഷേണ ചിച്ഛേദ, ഛേദം ചെയ്തു, മുറിച്ചു എന്നർത്ഥം. വേണ്ട വിധത്തിൽ തന്നെ അതിനെല്ലാം മുറിച്ചു. എങ്ങനെ? ലീലയാ ഏവ, ലീല എന്നോണം, വെറും കളിയായിട്ടെന്നോണം അതിനെ മുറിച്ചു. എങ്ങനെയാന്ന് നോക്കൂ. തഥ, അങ്ങനെ യുദ്ധം ചെയ്യുന്ന അവസരത്തിൽ ആ ശക്തി സ്വരൂപിണിയായിരിക്കുന്ന ആ ദേവിയെ ചില ആളുകൾ വാളുകളെ കൊണ്ട് വധിക്കാനായിട്ട് തുനിഞ്ഞ ആ സമയത്ത് നർത്ഥം. തഥ സാ ചണ്ഡികാദേവി, സ എന്ന് പറഞ്ഞാൽ അവൾ, ചണ്ഡികാദേവി, ചണ്ഡിക എന്ന് പറയുന്ന ആ ദേവി. അപ്പൊ ചണ്ഡികാദേവിയുടെ വിശേഷണമാണ് സ എന്ന പദം. അപ്പൊ സാ ചണ്ഡികാദേവി എന്ന് പറഞ്ഞാൽ ആ ചണ്ഡികാദേവി, അപി ആ ചണ്ഡികാദേവിയും, താനി ശസ്ത്രാണി അസ്ത്രാണി, താനി എന്ന് പറഞ്ഞാൽ അവ, ശസ്ത്രാണി ശസ്ത്രങ്ങൾ, അസ്ത്രാണി അസ്ത്രങ്ങൾ. അപ്പൊ താനി ശസ്ത്രാണി അസ്ത്രാണി എന്ന് പറഞ്ഞാൽ ആ ശസ്ത്രങ്ങളെയും അസ്ത്രങ്ങളെയും, ശസ്ത്രം എന്ന് പറഞ്ഞാൽ ആയുധങ്ങൾ, അസ്ത്രം എന്ന് പറഞ്ഞാൽ അമ്പുകൾ, നിജശസ്ത്രാസ്ത്രവർഷിണി, നിജശസ്ത്രാസ്ത്രവർഷിണികളെ കൊണ്ട്, നിജൻ എന്ന് പറഞ്ഞാൽ തന്റേതായിരിക്കുന്ന ശസ്ത്രങ്ങളുടെയും അസ്ത്രങ്ങളുടെയും വർഷങ്ങളെ കൊണ്ട്, അല്ലെങ്കിൽ ശസ്ത്രങ്ങളും അസ്ത്രങ്ങളും വർഷിക്കുന്നവളായിട്ട്, വർഷിണി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിജശസ്ത്രാസ്ത്ര വർഷിണി എന്ന് ആ ഭഗവതിയുടെ ഒരു വിശേഷണമാണ്, ആ ദേവിയുടെ. അങ്ങനെ നിജശസ്ത്രാസ്ത്ര വർഷിണിയായിരിക്കുന്ന ആ ശക്തി അല്ലെങ്കിൽ ആ ദേവത. അപ്പൊ എന്താ? തന്റെ ശസ്ത്രങ്ങളും അസ്ത്രങ്ങളുമൊക്കെ വർഷിക്കുന്നതായിരിക്കുന്ന ആ ശക്തി സ്വരൂപിണി ലീലയാ ഏവ, ലീല എന്നോണം, ഒരു കളിയായിട്ടെന്നോണം, പ്രചിച്ഛേദ അതിനെല്ലാം ഛേദിച്ചു. അവരിങ്ങോട്ട് ഏതൊക്കെയാണോ പ്രയോഗിച്ചത് അതിനെല്ലാം നിശേഷം മടക്കി അയക്കുകയും ചിലതിനെല്ലാം അത് വേണ്ട വിധത്തിൽ ഛേദിക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെ ആ അസുരന്മാര് പ്രയോഗിച്ചിട്ടുള്ള അസ്ത്രങ്ങളെ കൊണ്ടും വാളിനെ കൊണ്ടും മറ്റ് ആയുധങ്ങളെ അതാത് ആയുധങ്ങളെ കൊണ്ടും ഛേദിച്ചു കളഞ്ഞു. അങ്ങനെ ആ ശക്തി സ്വരൂപിണി അത്യധികം ഘോരമായിട്ട് തന്നെ ആ അസുരന്മാരുടെ മുമ്പിൽ യുദ്ധം ചെയ്തു. എന്നിട്ടോ അനായസ്ഥാനനാദേവി സ്തൂയമാനാസുര ഋഷിഭി മുമോചാസുരദേഹേഷു ശസ്ത്രാണ്യസ്ത്രാണി ചേശ്വരി. എന്താണ്? അനായസ്ഥാനന സുരഋഷിഭി സ്തൂയമാന ഈശ്വരി ദേവി അസുരദേഹേഷു ശസ്ത്രാണി അസ്ത്രാണി മുമോച. മുമോച എന്ന് പറഞ്ഞാൽ മോചിപ്പിച്ചു. മുമോച മോചിപ്പിക്കുകയും ചെയ്തു. എന്താണ് മോചിപ്പിച്ചത്? എങ്ങനെയാണ് നോക്കൂ. അനായസ്ഥാനന, ആനന എന്ന് പറഞ്ഞാൽ മുഖത്തോടു കൂടിയവൾ. എങ്ങനെയുള്ള മുഖത്തോടു കൂടിയവൾ? അനായസ്തം ആയിരിക്കുന്ന, ഒരു കോട്ടവും തട്ടാതെ, ഒരു തളർച്ചയുമില്ലാതെ, ഒരു വിളർച്ചയുമില്ലാതെ അനായാസകരമായിരിക്കുന്ന മുഖത്തോടു കൂടിയവളായിട്ട്, യാതൊരു പ്രയാസവുമില്ല. ഇത്രയും കോടിക്കണക്കിന്, എണ്ണിയാൽ തീരാത്ത അത്രയും കോടിക്കണക്കിന് അസുരന്മാരാണ് ആ ശക്തിയായിരിക്കുന്ന ഒരു ശക്തിയുമായിട്ട് യുദ്ധം ചെയ്യുന്നത്. അവരുടെ കയ്യിലെല്ലാം എണ്ണിയാൽ തീരാത്ത അത്രയും ആയുധങ്ങളാണുള്ളത്. അതുപോലെ തന്നെ രഥവും മൃഗങ്ങളുമൊക്കെ, ആനയും കുതിരയും ഒക്കെ ആയിട്ടുള്ള മൃഗങ്ങളും യുദ്ധത്തിനായിട്ട് അണിനിരന്നിട്ടുണ്ട്. അപ്പൊ ഇവരോടൊക്കെ തനിച്ച് യുദ്ധം ചെയ്യുമ്പോൾ അവരുടെ എല്ലാം ആയുധങ്ങളെ ഛേദിച്ചു കളയുമ്പോൾ, അതിനെല്ലാം നേരിടുമ്പോൾ വളരെ ലാഘവത്തോടുകൂടി, മുഖത്ത് യാതൊരു ഭാവമാറ്റവുമില്ലാതെ, ഒരു തളർച്ചയോ വിളർച്ചയോ ഒരു കോട്ടമോ വാട്ടമോ ഇല്ലാതെ ഉള്ള മുഖത്തോടു കൂടിയവളായിട്ടാണ് എന്നർത്ഥം. സുരഋഷിഭി സ്തൂയമാന, സ്തൂയമാന എന്ന് പറഞ്ഞാൽ സ്തുതിക്കപ്പെടുന്നവളായിട്ട്. ആരാൽ സ്തുതിക്കപ്പെടുന്നവളായിട്ട്? സുരഋഷിഭി, സുരന്മാരാലും, ഋഷിഭി ഋഷികളാലും. സുരന്മാര് ദേവന്മാര്,
ദേവന്മാരുടെ ഋഷികള് ദേവഋഷി, അതാണ് സുരഋഷി. അപ്പൊ സുരർഷിഭി ദേവഋഷികളാൽ സ്തുതിക്കപ്പെടുന്നവളായിട്ട് ഈശ്വരീ ദേവി, ഈശ്വരിയായിരിക്കുന്ന ആ ദേവി, ദേവി എന്നുള്ളതിന് വിശേഷണമാണ് ഈശ്വരി. അതുകൊണ്ടാണ് ഒരേ വിഭക്തിയിലും വചനത്തിലും വന്നത്. വിശേഷണ വിശേഷ്യങ്ങൾ ഒരേ വിഭക്തിയിലും വചനത്തിലും വരും എന്നാണ് സാധാരണ പറയുക. നിയമം അതാണ്. അതുകൊണ്ട് ദേവി എന്നുള്ളതിന്റെ വിശേഷണമാണ് ഈശ്വരി. അപ്പൊ ഈശ്വരി ആയിരിക്കുന്ന ആ ദേവി അസുരദേഹേഷു, അസുരന്മാരുടെ ദേഹേഷു ദേഹങ്ങളിൽ, ശസ്ത്രാണി അസ്ത്രാണി മമോച, ശസ്ത്രാണി ശസ്ത്രങ്ങളും, അസ്ത്രാണി അസ്ത്രങ്ങളെയും മമോച മോചിപ്പിച്ചു. അതായത് ആ ശക്തിസ്വരൂപിണിയായിരിക്കുന്ന ആ ദേവി ആയുധങ്ങൾ, പലതരത്തിലുള്ള ശസ്ത്രങ്ങൾ, ആയുധങ്ങളും അതുപോലെ പലതരത്തിലുള്ള അസ്ത്രങ്ങളും ആ അസുരന്മാർക്ക് അസുരന്മാരുടെ ദേഹത്തിലേക്ക് മോചിപ്പിച്ചു, അതായത് പ്രയോഗിച്ചു, എയ്തു എന്നൊക്കെ അർത്ഥം. എന്നിട്ടോ സോപി ക്രുദ്ധോധുതസടോ ദിവ്യാ വാഹനകേസരി ചാസുര സൈന്യേഷു വനേഷ്വിവഹുതാശന. എന്താണ്? ദിവ്യാ സവാഹനകേസരി അപി ക്രുദ്ധ ധുതസട അസുരസൈന്യേഷു വനേഷു ഹുതാശന ഇവ ചചാര. അവിടെ ആ ദേവി കയറിയിരിക്കുന്നത് എന്തിന്റെ മേളിലാണെന്നാണ് പറഞ്ഞത്? സിംഹത്തിന്റെ പുറത്താണ് എന്നാണ് പറഞ്ഞത്. ഹിമവാൻ നൽകിയ സിംഹം, ആ ഹിമവാനാണ് ദേവിയുടെ വാഹനമായിരിക്കുന്ന സിംഹത്തെ ദേവിക്ക് നൽകിയത്. അങ്ങനെയുള്ള ആ സിംഹത്തെക്കുറിച്ചാണ് പറയുന്നത്. നോക്കൂ, ദേവ്യാ സ വാഹനകേസരി അപി. വാഹനകേസരി എന്ന് പറഞ്ഞാൽ വാഹനമാകുന്ന കേസരി, കേസരി എന്ന് പറഞ്ഞ സിംഹം. അപ്പൊ വാഹനമാകുന്ന സിംഹം, ഏത് വാഹനമാകുന്ന സിംഹം? സഹ് വാഹനകേസരി, ആ വാഹനകേസരി. ദേവ്യ, ആരുടെ? ദേവിയുടെ. അപ്പൊ ദേവിയുടെ ആ വാഹനകേസരി അപി, ആ വാഹനകേസരിയും ക്രുദ്ധനായിട്ട്, ക്രോധത്തോടു കൂടിയവനായിട്ട്, ധുതസട, സടയെല്ലാം ധുതം ചെയ്തവനായിട്ട്, ഇളക്കിക്കൊണ്ട് എന്നർത്ഥം, സടയെല്ലാം കുടഞ്ഞുകൊണ്ട് എന്നർത്ഥം. അങ്ങനെയല്ലേ സാധാരണ സിംഹങ്ങളെയൊക്കെ നമ്മൾ മൃഗശാലയിലൊക്കെ കാണാൻ പോകുമ്പം ആ സിംഹം ഇടയ്ക്കിടയ്ക്ക് അതിന്റെ സട ഇങ്ങനെ കുടയും. എന്തുകൊണ്ടാണ് ആ സട കുടയുന്നത്? ചിലപ്പോ ദേഷ്യം കൊണ്ടായിരിക്കാം, ഈ കൂട്ടിലൊക്കെ ഇട്ട സമയത്തുണ്ടാകുന്ന ദേഷ്യം കൊണ്ടായിരിക്കാം, ചിലപ്പം വിശപ്പ് കൊണ്ടായിരിക്കാം, ചിലപ്പോൾ ആളുകളെ കാണുന്നത് കൊണ്ടായിരിക്കാം, അതിനകത്തുനിന്ന് പുറത്തു ചാടാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം. അങ്ങനെ പല പല കാരണങ്ങളെ കൊണ്ട് അത് സടകുടയും. അങ്ങനെ സടകുടയുന്ന ഒരു സിംഹം ഇവിടെ എന്തുകൊണ്ടാണ് സടകുടഞ്ഞത്? ക്രുദ്ധനായിട്ട്, കോപത്തോടു കൂടിയവനായിട്ട്, ധുതസടനായിട്ട്, സടയെല്ലാം കുടഞ്ഞവനായിട്ട്, അസുര സൈന്യേഷു, അസുരന്മാരുടെ സൈന്യേഷു, സൈന്യങ്ങളിൽ, വനേഷു ഹുതാശന ഇവ, വനേഷു വനങ്ങളിൽ, ഹുതാശന ഇവ, ഹുതാശനൻ എന്നതുപോലെ. ഹുതാശനൻ എന്ന് പറഞ്ഞാൽ അഗ്നി. അഗ്നി കാട്ടിലെ പെട്ടാൽ എങ്ങനെയാണ് അവസ്ഥ? പിന്നെ നോക്കണ്ട കാടിന്റെ ഗതി. അപ്പോ ആ അഗ്നി വനങ്ങളിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബാധിച്ചു കഴിഞ്ഞാൽ എപ്രകാരമാണോ അതുപോലെ എന്നർത്ഥം. അതാണ് വനേഷു ഹുദാശന ഇവ, വനങ്ങളിൽ ഹുദാശനൻ എന്നതുപോലെ, അഗ്നി എന്നതുപോലെ, അസുര സൈന്യേഷു, അസുരന്മാരുടെ സൈന്യങ്ങളിൽ ചചാര സഞ്ചരിച്ചു. അപ്പോ വനത്തിൽ ഒരു മരത്തിനങ്ങോട്ട് തീ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പടർന്ന് ആ കാട് മുഴുവൻ ബാധിക്കും. എവിടെയാണോ മരം ഇല്ലാത്തത് അവിടെ വരെ ബാധിക്കും എന്നാണ് സാധാരണ പറയുന്നത്. അല്ലെങ്കിൽ അതിന് മാത്രമുള്ള, അല്ലെങ്കിൽ അഗ്നിയെ തടുക്കാൻ മാത്രമുള്ള ആ ശക്തി ആ മരത്തിനുണ്ടായിരിക്കണം. ആ ബാധിക്കാതിരിക്കാനുള്ള ഒരു ജലാംശം ആ മരത്തിനുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ജലാംശം ഇല്ലെങ്കിൽ അത് മുഴുവൻ കത്തിപ്പോകും. അപ്പൊ അങ്ങനെയുള്ള വനത്തില് അഗ്നി എപ്രകാരമാണോ സഞ്ചരിക്കുന്നത് അതുപോലെ ആ സിംഹം അസുരന്മാരുടെ സൈന്യത്തിലേക്ക് സഞ്ചരിച്ചു എന്നർത്ഥം. അപ്പൊ എന്താ പറഞ്ഞത്? ദേവിയുടെ വാഹനമായിരിക്കുന്ന, മുൻപേ പരാമർശിക്കപ്പെട്ട വാഹനമായിരിക്കുന്ന ആ സിംഹം അത്യധികം കോപത്തോടു കൂടിയിട്ട്, ക്രോധത്തോടു കൂടിയിട്ട്, സടയെല്ലാം കുടഞ്ഞുകൊണ്ട് അസുരന്മാരുടെ സൈന്യങ്ങളിലേക്ക് എപ്രകാരമാണോ വനത്തിൽ അഗ്നി ബാധിക്കുന്നത്, അഗ്നി പടർന്നത്, അതുപോലെ സഞ്ചരിച്ചു എന്നർത്ഥം. ഇവിടെ സാന്ദർഭികമായിട്ട് ഈ ഒരു സിംഹത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ദേവീ പുരാണത്തിൽ പരാമർശിക്കപ്പെട്ട ഒരു സിംഹത്തിന്റെ ധ്യാനമുണ്ട്. ഈ പറഞ്ഞ സിംഹത്തിന്റെ ധ്യാനം അതിങ്ങനെയാണ്. നോക്കൂ,
ഗ്രീവായാം മധുസൂദനോസ്യ ശിരസി ശ്രീനീലകണ്ഠസ്ഥിത ശ്രീദേവി ഗിരിജാലലാടഫലകേ വക്ഷസ്ഥലേ ശാരദാ ഷഡ്വക്ത്രൂമണിബന്ധസന്ധിഷു തഥാ നാഗാസ്തു പാർശ്വസ്ഥിതാ കർണൗ യസ്യ തു ചാശ്വിനൗ സ ഭഗവാൻ സിംഹോ മമാസ്ത്വിഷ്ടത യന്നേത്രേ ശശിഭാസ്കരൗ വസുകുലം ദന്തേഷു യസ്യ സ്ഥിതം ജിഹ്വായാം വരുണസ്തു ഹുങ്കൃതിരിയം ശ്രീചർച്ചികാ ചണ്ഡികാ ഗണ്ഡൗ യക്ഷയമൗ തഥോഷ്ഠയുഗളം സന്ധ്യാദ്വയം പൃഷ്ഠഗേ വജ്രീ യസ്യ വിരാജതേ സ ഭഗവാൻ സിംഹോ മമാസ്ത്വിഷ്ടത ഗ്രീവാസന്ധിഷു സപ്തവിംശതിമതാനൃക്ഷാണി സാധ്യാഹൃതി പ്രൗഢാ നിർഘൃണതാ തമോസ്യതു മഹാക്രൗര്യൈഃ സമാപൂതനാ പ്രാണേ യസ്യ തു മാതരഃ പിതൃകുലം യസ്യാസ്ത്യപാനാത്മകം രൂപേ ശ്രീകമലാ കചേഷു വിമലാസ്തേ സ്യൂരവേരശ്മയ. ഇതാണ് ദേവീപുരാണത്തിൽ ആ സിംഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ധ്യാനം. ആ സിംഹത്തിന്റെ പല പല ഭാഗങ്ങളിൽ ഗ്രീവായാം മധുസൂദന, ഗ്രീവയിലെ മധുസൂദനാണ്. അസ്യ ശിരസി, അതിന്റെ ശിരസിലെ ശ്രീനീലകണ്ഠനാണ് സ്ഥിതി ചെയ്യുന്നത്. ശ്രീദേവി ഗിരിജ ലലാടഫലകെ, ലലാടഫലകങ്ങളിൽ ശ്രീദേവിയും ഗിരിജയുമാണ്. വക്ഷസ്ഥലത്ത് ശാരദയാണ്. ഷഡ്വക്ത്രൂമണിബന്ധ സന്ധിഷു തഥാ നാഗാസ്തു പാർശ്വസ്ഥിത. ശാരദ ഷഡ്വക്ത്രൂമണിബന്ധ സന്ധിഷു, ഷഡ്വക്ത്രമണിബന്ധ സന്ധികളിൽ സ്ഥിതി ചെയ്യുന്നു. പാർശ്വഭാഗത്ത് നാഗങ്ങൾ സ്ഥിതി ചെയ്യുന്നു. കർണൗ യസ്യതു ചാശ്വിനൗ, കർണങ്ങളിൽ, ചെവികളിൽ അശ്വിനി ദേവന്മാര് സ്ഥിതി ചെയ്യുന്നു. നേത്രത്തില് ശശിഭാസ്കരന്മാര്, സൂര്യനും ചന്ദ്രനും. വസുകുലം ദന്തേഷു, അഷ്ടവസുക്കളിൽ ദന്തങ്ങളിലും പല്ലുകളിലും സ്ഥിതി ചെയ്യുന്നു. ജിഹ്വായാം വരുണ, ജിഹ്വയിൽ നാക്കില് വരുണനും സ്ഥിതി ചെയ്യുന്നു. ഹുങ്കൃതി, ഹുങ്കാരത്തില് ശ്രീചർച്ചിക ചണ്ഡിക. ഗണ്ഡങ്ങളില് യക്ഷയമന്മാര്. ഓഷ്ഠയുഗളത്തില് രണ്ട് സന്ധ്യകൾ, സന്ധ്യാദ്വയം. പൃഷ്ഠഭാഗത്ത് വജ്രി വിരാജതേ സ ഭഗവാൻ സിംഹോ മമാസ്തുഷ്ട. അങ്ങനെയുള്ള ഭഗവാൻ സിംഹം. ഗ്രീവാസന്ധികളിൽ സപ്തവിംശതി മതാന്യറക്ഷാണി. ഗ്രീവാസന്ധികളിൽ 27 നക്ഷത്രങ്ങൾ. ഹൃദയഭാഗത്ത് സാധ്യ. നിർഘൃണമായിരിക്കുന്ന പ്രൗഢ. അതുപോലെ മഹാക്രൗര്യമായിരിക്കുന്ന ആ മഹാക്രൗര്യമൊക്കെ പൂതനയ്ക്ക് സമമായിരിക്കുന്ന തരത്തില്. പ്രാണനില് മാതൃക്കള്. പിതൃകുലം അപാനാദികളില്. രൂപത്തില് ശ്രീകമല. കചങ്ങളില് വിമല. അതിന്റെ പ്രകാശം മുഴുവൻ, അതിന്റെ തേജസ് മുഴുവൻ സൂര്യരശ്മികൾ. ഇങ്ങനെയുള്ള അത്യധികം വിശേഷ സ്വരൂപത്തോടു കൂടിയിരിക്കുന്ന സിംഹത്തെയാണ് അവിടെ വാഹനമായിട്ട് സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള സിംഹത്തിന്റെ ധ്യാനം ദേവീപുരാണത്തിൽ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, നിശ്വാസാൻമമുചേയാശ്ച യുധ്യമാനാരണേംബിക തേ ഏവ സദ്യ സംഭൂത ഗണാശതസഹസ്രശ. എന്താണ് നോക്കൂ. അംബികാച്ച രണേ യുധ്യമാന യാൻ നിശ്വാസാൻ മുമുചേ തേ ഏവ സദ്യ ശതസഹസ്രശ ഗണാ സംഭൂത. അംബികാച്ച, അംബികയും. ഇവിടെ അംബിക ആരാണ്? ചണ്ഡിക എന്ന് പറയുന്ന ആ ഭഗവതി. ആ ഭഗവതിയും രണേ, രണത്തിൽ, യുദ്ധത്തിൽ, യുധ്യമാന, യുദ്ധം ചെയ്യുന്നവളായിട്ട്, യാൻ നിശ്വാസാൻ മുമുചേ, യാൻ യാതൊരുവരുടെ, നിശ്വാസാൻ നിശ്വാസങ്ങളെ, മുമുചേ മോചിപ്പിക്കുന്നുവോ, തേ ഏവ അവർ തന്നെ, സദ്യ പെട്ടെന്ന്, ശതസഹസ്രശഗണ
ശതസഹസ്രശ, ശതം എന്ന് പറഞ്ഞാൽ 100, സഹസ്രം എന്ന് പറഞ്ഞാൽ 1000, 1000 × 100 ലക്ഷം എന്നർത്ഥം. ശതസഹസ്രശ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശതസഹസ്രക്കണക്കിന്, ലക്ഷം ലക്ഷം കണക്കിന് എന്നർത്ഥം. ഗണങ്ങളായിട്ട് കൊണ്ട് സംഭൂതയായിട്ട് മാറി. അപ്പൊ എന്താ, ആ യുദ്ധത്തില് ചണ്ഡിക എന്ന് പറയുന്ന ആ ഭഗവതി മഹാസുരന്മാരോട് യുദ്ധം ചെയ്യുന്ന സമയത്ത് നിശ്വസിച്ചിരിക്കുന്ന ഓരോ നിശ്വാസങ്ങളും, ആ നിശ്വാസങ്ങളിലെല്ലാം ലക്ഷക്കണക്കിന്, ലക്ഷം ലക്ഷം ചണ്ഡികകളുടെ ഗണങ്ങളായിട്ട് മാറി. അങ്ങനെ സംഭവിച്ചു. അപ്പൊ ലക്ഷക്കണക്കിന് ചണ്ഡികകൾ ഓരോ നിശ്വാസത്തിൽ നിന്നും ഉണ്ടായി എന്നർത്ഥം. എന്നിട്ടോ യുയുധുസ്തേ പരശുഭിർ ഭിന്ദിബാലാസി പട്ടിശൈ നാശയന്തോ അസുരഗണാൻ ദേവീ ശക്ത്യുപബൃംഹിതാ തേ ശക്ത്യുപബൃംഹിതാ പരശുഭി ഭിന്ദിപാലാസി പട്ടിശൈ അസുരഗണാൻ നാശയന്ത യുയുധു. തേ എന്ന് പറഞ്ഞാൽ അവർ. ആരാണ്? ആ ലക്ഷക്കണക്കിന് ചണ്ഡികകൾ. ദേവീ ശക്ത്യുപബൃംഹിത, ദേവീശക്തിയിൽ നിന്നും ഉപബൃംഹിതകളായിട്ട്, ആ ദേവിയുടെ ശക്തി കൊണ്ട് അത്യധികം ഉത്സാഹത്തെ ഉത്സാഹിക്കപ്പെട്ടവരായിട്ട്, പരശുഭി, പരശുകളാൽ, പരശു എന്ന് പറഞ്ഞാൽ കോടാലി, മഴു എന്നൊക്കെ അർത്ഥം. ആ പരശുകളാൽ, കോടാലികളാൽ, ബഹുവചനമല്ലേ പരശുഭി. ഭിന്ദിപാലാസി പട്ടിശൈ, ഭിന്ദിപാലം അസി പട്ടിശം. ഭിന്ദിപാലം എന്ന് പറയുന്ന ആയുധം, വാള്, അസി എന്ന് പറഞ്ഞാൽ വാള്, പട്ടിശം എന്ന് പറയുന്ന ആയുധം, ഇവകളെ കൊണ്ട് അസുരഗണങ്ങളെ, അസുരങ്ങളുടെ കൂട്ടത്തെ നാശം ചെയ്യുന്നവരായിട്ട്, നശിപ്പിക്കുന്നവരായിട്ട് യുദ്ധം ചെയ്തു. അപ്പം ആ ചണ്ഡികയുടെ, ആ ദേവിയുടെ ഓരോ നിശ്വാസത്തിൽ നിന്നും അനേകം ലക്ഷക്കണക്കിന് അതേപോലെ ആ ചണ്ഡികയ്ക്ക് സമാനങ്ങളായിരിക്കുന്ന ശക്തി സ്വരൂപങ്ങൾ ഉണ്ടായി. ആ ശക്തി സ്വരൂപങ്ങള് വിവിധ തരത്തിലുള്ള കോടാലികളെ കൊണ്ട്, ആ ദേവിയുടെ ശക്തി കൊണ്ട് പ്രേരിതയായിട്ട് ഭിന്ദിപാലം, വാള്, പട്ടിശം തുടങ്ങിയിരിക്കുന്ന ആയുധങ്ങളെ കൊണ്ടൊക്കെ വരുന്നതായിട്ടുള്ള അസുരന്മാരുടെ കൂട്ടത്തെ നശിപ്പിച്ചു, അവരുമായിട്ട് യുദ്ധം ചെയ്തു എന്നർത്ഥം. എന്നിട്ടോ അവാദയന്ത പടഹാൻ ഗണാശംഖാസ്തഥാപരേ മൃദംഗാശ്ച തഥൈവാന്യേ തസ്മിൻ യുദ്ധമഹോത്സവേ. എന്താണ്? തസ്മിൻ യുദ്ധമഹോത്സവേ ഗണാ പടഹാൻ അവാദയന്ത തഥാ അപരേ ശംഖാൻ തഥാ ഏവ അന്യേ മൃദംഗാൻ എന്നർത്ഥം. എന്താണ്? തസ്മിൻ യുദ്ധമഹോത്സവേ, തസ്മിൻ യുദ്ധമഹോത്സവേ, മഹോത്സവേ എന്ന് പറഞ്ഞാൽ മഹോത്സവത്തിൽ. എന്ത് മഹോത്സവം? യുദ്ധമഹോത്സവത്തിൽ. തസ്മിൻ യുദ്ധമഹോത്സവേ, ആ യുദ്ധമഹോത്സവത്തിൽ എന്നർത്ഥം. തസ്മിൻ എന്ന് പറഞ്ഞാൽ അതിൽ എന്നർത്ഥം. ഇവിടെ യുദ്ധമഹോത്സവേ എന്നുള്ളതിന്റെ കൂടെ ചേർത്ത് പറയേണ്ടതായതുകൊണ്ട് തസ്മിൻ യുദ്ധമഹോത്സവേ, ആ യുദ്ധമഹോത്സവത്തിൽ എന്നർത്ഥം. ഗണങ്ങൾ, ആരുടെ ഗണങ്ങൾ? ആ ശക്തി സ്വരൂപിണിയുടെ ഗണങ്ങൾ, കൂട്ടങ്ങൾ. പടഹാൻ അവാദയന്ത, പടഹങ്ങളെ അവാദനം ചെയ്തുകൊണ്ട്, പടഹങ്ങളെല്ലാം മുഴക്കിക്കൊണ്ട്, തഥാ അപ്രകാരം, അപരേ ശംഖാൻ തഥാ ഏവ, അപരേ മറ്റുള്ള ആളുകള്, മറ്റു കൂട്ടങ്ങൾ എന്നർത്ഥം, മറ്റു ഗണങ്ങൾ. ശംഖാൻ ശംഖുകളെയും, തഥാ അപ്രകാരം ഏവ, തഥാ ഏവ അപ്രകാരം തന്നെ, അന്യേ മൃദംഗാൻ മറ്റു ചിലര്, അന്യ എന്ന് പറഞ്ഞാൽ മറ്റു ചിലര്, മൃദംഗങ്ങളെയും ഘോഷം ചെയ്തു, മുഴക്കി എന്നൊക്കെ അർത്ഥം. അപ്പൊ ആ യുദ്ധമഹോത്സവത്തില് ആ ദേവിയുടെ ഗണങ്ങളായിട്ടുള്ള ചില ആളുകള് പടഹങ്ങളെ, പടഹം എന്ന് പറഞ്ഞാൽ പെരുമ്പറ, ആ പെരുമ്പറയെ മുഴക്കി. തഥാ അതുപോലെ തന്നെ മറ്റു ചിലര് ശംഖ് മുഴക്കി, ചില ആളുകള് മൃദംഗങ്ങളെല്ലാം മുഴക്കിക്കൊണ്ട് യുദ്ധകാഹളം ചെയ്തു. എന്നിട്ടോ തതോ ദേവീ ത്രിശൂലേന ഗദയാ ശക്തിവൃഷ്ടിഭി ഖഡ്ഗാദിഭിശ്ച ശതശോ നിജഘാന മഹാസുരാൻ. എന്താ? തതഃ ദേവി ത്രിശൂലേന ഗദയാ ശക്തിവൃഷ്ടിഭി ഖഡ്ഗാദിഭി ച മഹാസുരാൻ ശതശ നിജഘാന.
നിജഘാന എന്ന് പറഞ്ഞാൽ നിജഘാനം ചെയ്തു, അതായത് നിഗ്രഹിച്ചു എന്നർത്ഥം. ആരാണ് നിഗ്രഹിച്ചത് നോക്കൂ. തഥ അനന്തരം ഇങ്ങനെ പെരുമ്പറകളെ മുഴക്കുകയും പല പല അവരുടേതായിട്ടുള്ള വാദ്യവിശേഷങ്ങളെ മുഴക്കുകയും ശംഖ് മുഴക്കി പെരുമ്പറ കൊട്ടി അതുപോലെ മൃദംഗങ്ങളെല്ലാം വായിച്ചു. അങ്ങനെയുള്ള യുദ്ധം ഭയങ്കരമായിരിക്കുന്ന യുദ്ധസന്നാഹം പല വാദ്യങ്ങളൊക്കെ മുഴക്കിക്കൊണ്ട് യുദ്ധം ചെയ്തപ്പോ തഥ അനന്തരം ദേവി ആ ശക്തി ദേവി ത്രിശൂലം കൊണ്ട് ഗത കൊണ്ട് അപ്പൊ ആ ദേവി ത്രിശൂലം കൊണ്ടും ഗത കൊണ്ടും ശക്തിവൃഷ്ടിഭി ശക്തികളുടെ വൃഷ്ടികളെ കൊണ്ടും, ശക്തി എന്ന് പറഞ്ഞാൽ വേലിന്റെ വൃഷ്ടികളെ കൊണ്ടും, വൃഷ്ടി എന്ന് പറഞ്ഞാൽ മഴ. അപ്പൊ ഇവിടെ വർഷിക്കുന്നതാണ് വൃഷ്ടി. ഇവിടെ എന്താണ് വർഷിച്ചത്? ശക്തിയാണ് വർഷിച്ചത്. വേല് വർഷിച്ചു, ധാരാളം വേലുകൾ ഇങ്ങനെ വർഷിച്ചു. ഖഡ്ഗാദിഭേച്ച ഖഡ്ഗാദികളെ കൊണ്ടും, ഖഡ്ഗം എന്ന് പറഞ്ഞ വാളുകളെ കൊണ്ടും, മഹാസുരാൻ ശതശ നിജഘാന ശതശ മഹാസുരാൻ നൂറുകണക്കിന് മഹാസുരന്മാരെ നിജഘാന നിഗ്രഹിച്ചു. അപ്പൊ ആ ദേവി അങ്ങനെയൊക്കെ സംഭവിച്ചതിനു ശേഷം തന്റെ ശൂലങ്ങളെ കൊണ്ടും ഗത കൊണ്ടും വേലുകളുടെ വർഷങ്ങളെ കൊണ്ടും, അതായത് ധാരാളം വേലുകളെ കൊണ്ടും വാള് തുടങ്ങിയ അനേകം ആയുധങ്ങളെ കൊണ്ടും ആ മഹാസുരന്മാരെ നൂറുകണക്കിനായിക്കൊണ്ട് നിഗ്രഹിച്ചു. പാതയാമാസ ചൈവാന്യാൻ ഖണ്ഡാസ്വന വിമോഹിതാൻ അസുരാൻ ഭുവി പാശേന ബദ്ധ്വാ ചാന്യാനകർഷയൽ. എന്താണ്? ഖണ്ഡാസ്വന വിമോഹിതാൻ അന്യാൻ പാതയാമാസ ച ഏവ അന്യാൻ അസുരാൻ പാശേന ബദ്ധ്വാ ഭുവി അകർഷയൽ ച. ഖണ്ഡാസ്വന വിമോഹിതാൻ, ഖണ്ഡാസ്വനം, ഖണ്ഡയുടെ സ്വനം, സ്വനം എന്ന് പറഞ്ഞ ശബ്ദം. എന്തിന്റെ ശബ്ദം? ഖണ്ഡ മണി, ഖണ്ഡ എന്ന് പറഞ്ഞ മണി, മണിയുടെ ശബ്ദം കൊണ്ട് വിമോഹിതാൻ വിമോഹിതന്മാരായിരിക്കുന്ന അന്യാൻ മറ്റു ആളുകളെ പാതയാമാസ പതിപ്പിച്ചു. അപ്പൊ മണി കൊണ്ട് അല്ലെങ്കിൽ മണിയുടെ ശബ്ദം കൊണ്ട് മോഹിതരായിരിക്കുന്ന മറ്റു ചില അസുരന്മാരെ പതിപ്പിച്ചു, അവരെ വീഴ്ത്തി, അവരെ തോൽപ്പിച്ചു, അവരെ വധിച്ചു എന്നും അർത്ഥം പറയാം. അന്യാൻ അസുരൻ, മറ്റു ചില അസുരന്മാരെ പാശേന ബദ്ധ്വ പാശം കൊണ്ട് ബന്ധിച്ചിട്ട്, കയറുകൊണ്ട് കെട്ടിയിട്ട്, ഭുവി ആകർഷയൽച്ച ഭൂമിയിൽ ആകർഷയൽച്ച ഭൂമിയിൽ ആകർഷിച്ച് അതായത് ആ പാശം കൊണ്ട് ബന്ധിച്ചിട്ട് ഭൂമിയിലിട്ട് വലിക്കുകയും ചെയ്തു എന്നർത്ഥം. അങ്ങനെ ആ ഭഗവതി ചില ആളുകളെ മണിയുടെ ശബ്ദം കൊണ്ട് വധിക്കുകയും മറ്റു ചില അസുരന്മാരെ കയറുകൊണ്ട് കെട്ടി വലിക്കുകയും ചെയ്തു. കേചിൽ ദ്വിധാകൃതാസ്തീക്ഷ്ണൈ ഖഡ്ഗപാദൈസ്തഥാപരേ വിബോധിതാ നിപാതേന ഗദയാ ഭുവിശേരതേ വേമുശ്ച കേചിദ്രുധിരം മുസലേന ഭൃശം ഹതാ കേചിന്നിപതിതാ ഭൂമൗ ഭിന്നാ ശൂലേന വക്ഷസി. എന്താണ്? കേചിൽ തീക്ഷ്ണൈ ഖഡ്ഗപാദൈ ദ്വിധാകൃതാ തഥാ അപരേ ഗദയാ നിപാതേന വിബോധിത ഭുവി ശേരതേ. കേചിൽ ച മുസലേന ഭൃശം ഹതാ രുധിരം വേമു കേചിൽ ശൂലേന വക്ഷസി ഭിന്നാ ഭൂമൗ നിപാതിത. അപ്പോൾ പലതരത്തിലുള്ള ശക്തി സ്വരൂപങ്ങളാണ് അവിടെ യുദ്ധം ചെയ്യുന്നത്. പല ആയുധങ്ങളെ കൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത്. അതിൽ ചില ആളുകളുടെ പ്രവൃത്തിയൊക്കെ നമ്മൾ കണ്ടു. ചിലര്, അവരെ കുറിച്ചാണ് പറയുന്നത്. കേചിൽ ചിലര് തീക്ഷ്ണങ്ങളായിരിക്കുന്ന ഖഡ്ഗപാത, ഈ ഖഡ്ഗങ്ങളുടെ പാദം കൊണ്ട്, പ്രഹരം കൊണ്ട്, ഖഡ്ഗം എന്ന് പറഞ്ഞ വാളിന്റെ പ്രഹരം കൊണ്ട് ദ്വിധാകൃത രണ്ടാക്കപ്പെട്ടു, ദ്വിധാകൃതന്മാരായി. തഥാ അപരെ അതുപോലെ തന്നെ മറ്റു ചിലര് ഗദയാ നിപാതേന ഗദയുടെ നിപാതം കൊണ്ട്, ഗദയുടെ പ്രഹരം കൊണ്ട്, ഗദയുടെ അടി കൊണ്ട് എന്നൊക്കെ അർത്ഥം. വിബോധിതന്മാരായിട്ട്, അത്യധികം പ്രഹരമേൽക്കുന്നവരായിട്ട്, മർദ്ദനമേൽക്കുന്നവരായിട്ട് ഭുവി ശേരതേ ഭൂമിയിൽ ശേരതേ പതിച്ചു എന്നർത്ഥം.
കേജിൽ ച മുസലേന, കേജിൽ ചിലര് മുസലേന മുസലം കൊണ്ടും ഉലക്ക കൊണ്ടും ഭൃശം ഹത, ഭൃശം അത്യധികം എന്നൊക്കെ അർത്ഥം, ഹത ഹതന്മാരായി. അപ്പൊ ചിലര് ഉലക്ക കൊണ്ടുള്ള അടി കൊണ്ട് അത്യധികം ഹതന്മാരായി. രുധിരം വേമു, രുധിരം പുറത്തു വരുന്നവരായിട്ട്. കേജിൽ ശൂലേന, ചിലര് കേജിൽ ശൂലേന ശൂലം കൊണ്ട് വക്ഷസി, വക്ഷസിൽ, വക്ഷസ് എന്ന് പറഞ്ഞാൽ മാറിടം, മാറിടത്തില് ഭിന്നന്മാരായിട്ട്, മുറിക്കപ്പെട്ടവരായിട്ട്, മാറിടമൊക്കെ ആ ശൂലത്താൽ മുറിക്കപ്പെട്ടവരായിട്ട് ഭൂമൗ നിപാതിത, ഭൂമിയിൽ നിപതിതന്മാരായി, പതിക്കപ്പെട്ടവരായി. നിരാകൃതാശരൗഘേണ കൃതാ കേചിത് രണാജിരേ സേനാനുകാരിണ പ്രാണാൻ മുമുജുസ്ത്രിദശാർദ്ദന. അപ്പൊ എന്താ നേരത്തെ പറഞ്ഞത്? ചില അസുരന്മാര് തീക്ഷ്ണങ്ങളായിരിക്കുന്ന വാളുകളുടെ പാദം കൊണ്ട് രണ്ടായി മുറിക്കപ്പെട്ടവരായി. അതുപോലെ മറ്റു ചിലര് ഗദയുടെ പ്രഹരം കൊണ്ട് മർദ്ദനമേറ്റവരായി. ചിലര് ഭൂമിയിൽ വീണു. മറ്റു ചിലര് ഉലക്ക കൊണ്ടുള്ള താടനം കൊണ്ട് അത്യധികം വശം കെട്ടവരായിട്ട് മാറി. രുധിരമൊക്കെ രക്തമൊക്കെ പുറത്തു വന്നു. മറ്റു ചിലര് ശൂലം കൊണ്ട് വക്ഷസിൽ ഭിന്നരായിട്ട്, വക്ഷസിൽ മാറിടത്തിൽ ശൂലം കൊണ്ട് മുറിക്കപ്പെട്ടവരായിട്ട് ഭൂമിയിൽ പതിക്കുകയും ചെയ്തു. എന്നിട്ട് പറയാണ്, കേജിൽ സേനാനുകാരിണ ത്രിദശാർദ്ദന രണാജിരേ ശരൗഘേണ നിരാകൃത കൃത പ്രാണാൻ മുമുജു. മുമുജു എന്ന് പറഞ്ഞാൽ മോചിപ്പിച്ചു. എന്തിനെ മോചിപ്പിച്ചു? പ്രാണാൻ മുമുജു, പ്രാണനുകളെ മോചിപ്പിച്ചു. ആര്? ചില ആളുകൾ പ്രാണൻ തന്നെ വെടിഞ്ഞു. നോക്കൂ, കേജിൽ ചിലര് സേനാനുകാരികളായിരിക്കുന്ന ത്രിദശാർദ്ദനന്മാര്, ത്രിദശത്തെ അർദ്ദനം ചെയ്തവര് അസുരന്മാര്, സ്വർഗത്തെ അർദ്ദനം ചെയ്തവര് അസുരന്മാര്. രണാജിരേ, രണാജിരത്തിൽ യുദ്ധത്തിന്റെ ആ സമയത്ത്, യുദ്ധത്തിൽ എന്നൊക്കെ അർത്ഥം. ശരൗഘേണ, ശരൗഘം കൊണ്ട്, ശരങ്ങളുടെ കൂട്ടം കൊണ്ട്, നിരാകൃത നിരാകൃതന്മാരായിട്ട് മാറി. പ്രാണാൻ മമുച്ചു, എന്നിട്ട് എന്തായി? പ്രാണങ്ങളെ മോചിപ്പിച്ചു. അപ്പൊ ചില ആളുകള് അത്യധികം മുൻപിൽ നിൽക്കുന്നവരായിരിക്കുന്ന അസുരന്മാര്, ചില അസുരന്മാര് ആ യുദ്ധത്തില് വെച്ച് ധാരാളം ശരങ്ങളെ കൊണ്ട് നിരാകൃതന്മാരായിട്ട് തന്റെ പ്രാണനുകളെയും വെടിഞ്ഞു, ഉപേക്ഷിച്ചവരായി മാറി. കേഷാംചിൽ ബാഹവച്ഛിന്നാ ഛിന്നഗ്രീവാസ്തഥാപരേ ശിരാംസി പേതുരന്യേഷാമന്യേ മധ്യേ വിദാരിതാ വിച്ഛിന്നജംഘാസ്ത്വപരേ പേതുരുർവ്യാം മഹാസുര. എന്താണ്? കേഷാഞ്ചിൽ ബാഹവച്ഛിന്ന, കേഷാഞ്ചിൽ ചിലര് ബാഹവച്ഛിന്ന, ബാഹുക്കള് ഛിന്നന്മാരായി, കൈകള് ഛേദിക്കപ്പെട്ടവരായി. തഥാ അവരെ, തഥാ അപ്രകാരം മറ്റുള്ളവര്, അപരന്മാര് ഛിന്നഗ്രീവന്മാരായി, ഗ്രീവ എന്ന് പറഞ്ഞാൽ കഴുത്ത്, ഛിന്നമായി, കഴുത്തെല്ലാം മുറിക്കപ്പെട്ടവരായി. അന്യേഷാം ശിരാംസി പേതു, അന്യേഷാം മറ്റുള്ളവരുടെ, ശിരാംസി ശിരസ്സുകൾ, പേതു പതിച്ചു. അന്യേ മധ്യേ വിദാരിത, അന്യേ മറ്റു ചിലര് മധ്യഭാഗത്ത് വിദാരിതന്മാരായി. വിദാരിതന്മാരാകുക എന്ന് പറഞ്ഞാൽ മുറിക്കപ്പെട്ടവരായി, മധ്യഭാഗത്തിൽ മുറിക്കപ്പെട്ടവരായി. അപരേ മഹാസുരാഹ്തു വിച്ഛിന്നജംഘ, അപരേ മഹാസുര, മറ്റു ചില മഹാസുരന്മാര് ആകട്ടെ വിച്ഛിന്നമാക്കപ്പെട്ട ജംഘകളോടുകൂടിയവരായിട്ട് മാറി. മുറിക്കപ്പെട്ട ജംഘകളോടുകൂടിയവരായിട്ട്, കണങ്കാലുകളോടുകൂടിയവരായിട്ട് മാറിയിട്ട് ഉർവ്യാം പേതു, ഉർവിയിൽ പതിച്ചു. പേതു എന്ന് പറഞ്ഞാൽ പതിച്ചു, ഉർവി എന്ന് പറഞ്ഞാൽ ഭൂമി, ഭൂമിയിൽ പതിച്ചു. അപ്പൊ എന്താ? ചില അസുരന്മാര് അവരുടെ കൈകളെല്ലാം ഛേദിക്കപ്പെട്ടു. അതുപോലെ തന്നെ മറ്റു ചില അസുരന്മാരുടെ കഴുത്തു മുറിക്കപ്പെട്ടു. മറ്റു ചില അസുരന്മാരുടെ ശിരസ്സുകൾ തന്നെ പതിച്ചു. വേറെ ചില ആളുകളുടെ, അസുരന്മാരുടെ മധ്യഭാഗം ഛേദിക്കപ്പെട്ടു, മുറിക്കപ്പെട്ടു. മറ്റു ചില അസുരന്മാരുടെ, മഹാസുരന്മാരുടെ കണങ്കാലുകളെല്ലാം ഛിന്നമാക്കപ്പെട്ട്, മുറിക്കപ്പെട്ട് അവർ ഭൂമിയിൽ പതിക്കുകയും ചെയ്തു. എന്നിട്ടോ
ഏകബാഹ്വക്ഷിചരണ കേചിദ്ദേവ്യാദ്വിധാകൃതാ ഛിന്നേപി ചാന്യേ ശിരസി പതിതാ പുനരുത്ഥിതാ കബന്ധായുയുധുർദേവ്യ ഗൃഹീതപരമായുധ. എന്താണ്? കേചിൽ ദേവ്യാ ഏകബാഹ്വക്ഷിചരണ ദ്വിധാകൃത അന്യേ ശിരസി ഛിന്നേ അപി പതിതാ ച പുനഃ ഉത്ഥിതാ ഗൃഹീതപരമായുധ കബന്ധ ദേവ്യാ യുയുധു. യുയുധു എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്തു. ആരുമായിട്ട് യുദ്ധം ചെയ്തു? ദേവ്യാ, ദേവിയുമായിട്ട് യുദ്ധം ചെയ്തു. നോക്കൂ, കേജിൽ ചില ആളുകള് ദേവ്യാ, ദേവിയാൽ ഏകബാഹു അക്ഷിചരണ, ഏകബാഹു ഒരു കൈ, അക്ഷി ഏക അക്ഷി ഒരു കണ്ണ്, ഏകചരണ ഒരു കാല്. അപ്പോ ചില ആളുകള് ആ ദേവിയുടെ പരാക്രമം കാരണം ഒരു കൈകളോടുകൂടിയവരും, ചില ആളുകള് ഒരു കണ്ണിനോട് കൂടിയവരും, ചിലര് ഒരു കാലിനോട് കൂടിയവർക്കായിട്ട് മാറി. അപ്പൊ ഒറ്റക്കയ്യന്മാരും ഒരു കണ്ണുള്ളവരും ഒരു കാലുള്ളവരും ഒക്കെ ആയിട്ട് മാറി. ബാക്കിയുള്ളതെല്ലാം മുറിക്കപ്പെട്ടു. ദ്വിധാകൃത അന്യേ, മറ്റു ചിലരോ, അന്യന്മാരെന്ന് പറഞ്ഞാൽ മറ്റു ചിലർ, വേറെ ചിലർ എന്നൊക്കെ അർത്ഥം. ദ്വിധാകൃത, രണ്ടും മുറിക്കപ്പെട്ടവരായി, രണ്ടും ഛേദിക്കപ്പെട്ടവരായി. അതായത് രണ്ട് കൈകളും ഛേദിക്കപ്പെട്ടു, രണ്ട് കണ്ണുകൾ ഛേദിക്കപ്പെട്ടു, രണ്ട് കാലുകൾ ഛേദിക്കപ്പെട്ടു, അങ്ങനെ ഉള്ളവരായി ചിലര്. ശിരസി ഛിന്നേ അഭി പതിതാ ച പുനഃ വീണ്ടും മറ്റു ചിലര് ശിരസി ഛിന്നേ അഭി, ശിരസ് ഛേദിക്കപ്പെട്ട അവസ്ഥയിലാണ് എങ്കിൽ കൂടി പതിതന്മാരായിട്ട് വീണിട്ട് പുനഃ ഉത്ഥിത, വീണ്ടും എഴുന്നേറ്റ് ഉത്ഥിതന്മാരായിട്ട് എഴുന്നേറ്റിട്ട് ഗൃഹീതപരമായുധ, ഗൃഹീതമായി എന്തിനെ? പരമായുധങ്ങളെ, തന്റെ പരമമായിരിക്കുന്ന ഉത്തമമായിരിക്കുന്ന ശ്രേഷ്ഠമായിരിക്കുന്ന ആയുധങ്ങളെ വീണ്ടും എടുത്തുകൊണ്ട് കബന്ധങ്ങളായിട്ട് മാറി. തലയറ്റുപോയിരിക്കുന്ന ശരീരം, ആ ശരീരവും ആയുധങ്ങളെ എടുക്കാൻ തുടങ്ങി. ദേവ്യായുധു, അവരും ദേവിയുമായിട്ട് യുദ്ധം ചെയ്തു. അപ്പൊ കബന്ധങ്ങളുമായിട്ടും യുദ്ധം ചെയ്തു. അപ്പൊ ചിലര് ഒരു കൈയില്ലാത്തവരും ഒരു കാലില്ലാത്തവരും ഒരു കണ്ണില്ലാത്തവരും ഒക്കെ ആയിട്ട് മാറി ആ ദേവിയുമായിട്ട് യുദ്ധം ചെയ്തിട്ട് ചില ആളുകളുടെ ഈ പറഞ്ഞ രണ്ട് അവയവങ്ങളും നഷ്ടപ്പെട്ടു. മറ്റു ചില ആളുകള് ശിരസ് മുറിക്കപ്പെട്ട ആ ഒരു അവസ്ഥയിൽ പോലും, അങ്ങനെ വീണിട്ട് പോലും അവിടുന്ന് വീണ്ടും എഴുന്നേറ്റിട്ട് കബന്ധങ്ങളായിക്കൊണ്ട് അവരുടെ ശ്രേഷ്ഠങ്ങളായിരിക്കുന്ന ശസ്ത്രങ്ങളെയെല്ലാം ആയുധങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ട് ആ ദേവിയുമായിട്ട് യുദ്ധം ചെയ്തു. ഭയങ്കരമായ ഒരു അവസ്ഥയാണ് അവിടെ കാണാൻ കഴിയുന്നത്. നോക്കൂ, നാനൃതുശ്ചാപരേ തത്ര യുദ്ധേ തൂര്യലയാശ്രിതാ കബന്ധാ ഛിന്നശിരസ ഖഡ്ഗശക്ത്യുഷ്ടിപാണയ തിഷ്ഠതിഷ്ഠേതി ഭാഷന്തോ ദേവീമന്യേ മഹാസുരാ. എന്താണ്? തത്ര യുദ്ധേ അപരേ തൂര്യലയാശ്രിത നനൃതു ച ഛിന്നശിരസ കബന്ധ ഖഡ്ഗശക്തിവൃഷ്ടി പാണയ അന്യേ മഹാസുര ദേവീം തിഷ്ഠതിഷ്ഠ ഇതി ഭാഷന്ത. തത്ര എന്ന് പറഞ്ഞാൽ അവിടെ, എവിടെ? ആ യുദ്ധത്തില്. തത്ര യുദ്ധേ, അവിടെ ആ യുദ്ധത്തിൽ അവരെ, അപരന്മാര്, മറ്റു ചില ആളുകൾ എന്നർത്ഥം. തുര്യലയാശ്രിത, തുര്യലയത്തിൽ ആശ്രിതന്മാരായിട്ട്, അതായത് തൂര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വാദ്യങ്ങളുടെയെല്ലാം ലയത്തിൽ ആശ്രിതന്മാരായിട്ട്, അതിനെയെല്ലാം ആശ്രയിക്കപ്പെട്ടവരായിട്ട് നനൃതു നൃത്തം ചെയ്യുകയും ചെയ്തു. അപ്പൊ ചില ആളുകൾ എന്താ ചെയ്യുന്നത്? ആ വാദ്യഘോഷങ്ങളിലെല്ലാം ലയിച്ചുകൊണ്ട് നൃത്തം ചെയ്തു. പിന്നെയോ ഛിന്നശിരസ കബന്ധ, ഛിന്നശിരസുക്കളായിരിക്കുന്ന, ശിരസെല്ലാം ഛിന്നമാക്കപ്പെട്ട, ഛേദിക്കപ്പെട്ട കബന്ധങ്ങള് ഖഡ്ഗശക്തി വൃഷ്ടിപാണയ, ഖഡ്ഗം എന്ന് പറഞ്ഞ വാള്, ശക്തി വേല്, അപ്പൊ വാളും വേലും, അത് വൃഷ്ടിപാണയ, വൃഷ്ടി എന്നിവ പാണികളിൽ അല്ലെങ്കിൽ കൈകളിൽ ധരിച്ചിട്ടുള്ളവർ. അപ്പൊ ഖഡ്ഗം, ശക്തി, വൃഷ്ടി എന്നിവ
കൈകളിൽ ധരിച്ചിട്ടുള്ളവർ അതാണ് ഖഡ്ഗശക്തി വൃഷ്ടി പാണയ. ഖഡ്ഗം എന്ന് പറഞ്ഞാൽ വാള്, ശക്തി എന്ന് പറഞ്ഞാൽ വേല്, വൃഷ്ടി എന്ന് പറഞ്ഞാൽ ഒരു തരം ആയുധം. അതൊരു കഠാര പോലെയുള്ള ആയുധമാണ്. രണ്ട് ഭാഗത്തും അതിന് മൂർച്ചയുണ്ട്. അതിന് നടുക്ക് പിടിച്ചിട്ടാണ് യുദ്ധം ചെയ്യുക. കഠാര എന്ന് പറയാൻ പറ്റില്ല. രണ്ട് ഭാഗത്തും മൂർച്ചയുള്ളതും നടുക്ക് പിടിച്ചിട്ട് അതിന്റെ നടുക്ക് പിടിച്ചിട്ട് യുദ്ധത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു തരം ആയുധമാണ്. അങ്ങനെയുള്ള ആയുധമാണ് വൃഷ്ടി. അങ്ങനെയുള്ള ആയുധങ്ങളെല്ലാം കൈകളിലേന്തിയവരായിട്ട് പാണികളോടുകൂടിയവരായിട്ട് അന്യ മഹാസുര മറ്റുള്ള മഹാസുരന്മാരും ദേവിയെ അല്ലെങ്കിൽ ദേവിയോട് തിഷ്ഠ നിൽക്കൂ ഇതി എന്നിപ്രകാരം ഭാഷണം ചെയ്തു, പറഞ്ഞുകൊണ്ട് ആ ദേവിയുമായിട്ട് യുദ്ധം ചെയ്തു എന്നർത്ഥം. അപ്പൊ എന്താ അവിടെ ആ യുദ്ധത്തില് വേറെ ചില ആളുകള് വാദ്യങ്ങളുടെ എല്ലാം ഘോഷത്തില് ലയിച്ചുകൊണ്ട് നൃത്തം ചെയ്തു. ചില ശരീരങ്ങള് ഛിന്ന ശിരസ്സുകളായിട്ട് ശിരസ്സുകളെല്ലാം ഛേദിക്കപ്പെട്ടവരായിട്ടുള്ള കബന്ധങ്ങള്, ഖഡ്ഗം, വേല്, വൃഷ്ടി എന്നിവ കൈകളിലേന്തിക്കൊണ്ട് യുദ്ധം ചെയ്തു. മറ്റു ചില അസുരന്മാര് ആ ദേവിയോട് തിഷ്ഠ നിൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധം ചെയ്തു. എന്നിട്ടോ പാതിതൈരഥനാഗാശ്വൈരസുരൈശ്ച വസുന്ധര അഗമ്യാസാഭവത്തത്ര യത്രാഭൂത്സമഹാരണ. എന്താണ്? യത്ര സമഹാരണ അഭൂത് തത്ര സാ വസുന്ധര പാതിതൈ രഥനാഗാശ്വൈഃ ച അസുരൈഃ ച അഗമ്യ അഭവത്. യത്ര എവിടെയാണോ, ഏതൊരു സ്ഥലത്താണോ, സ മഹാരണ എന്ന് പറഞ്ഞാൽ മഹാരണം, മഹായുദ്ധം. സഹ് എന്ന് പറഞ്ഞാൽ അവൻ എന്നാണ് അർത്ഥമെങ്കിലും ഇവിടെ മഹാരണ എന്നുള്ളതിനെ വിശേഷിപ്പിച്ചുകൊണ്ട് പറയാണ് സ മഹാരണ, ആ മഹായുദ്ധം എന്നർത്ഥം. അപ്പൊ എവിടെയാണോ ആ മഹായുദ്ധം അഭൂത് ഉണ്ടായത്, ഭവിച്ചത്, തത്ര അവിടെ സാ വസുന്ധര എന്ന് പറഞ്ഞാൽ ഭൂമി. അപ്പൊ വസുന്ധരയെ വിശേഷിപ്പിച്ചതാണ് സാ വസുന്ധര, ആ വസുന്ധര, ആ ഭൂമി. സാ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായ അർത്ഥം അവൾ എന്നാണ്. എന്തായാലും ഇവിടെ ആരാണ് അവൾ? ഭൂമി. അപ്പൊ എവിടെയാണോ ആ മഹായുദ്ധം സംഭവിച്ചത് അവിടെ ആ ഭൂമി പതിതന്മാരായിരിക്കുന്ന, വധിക്കപ്പെട്ടവരായിരിക്കുന്ന, വീഴ്ത്തപ്പെട്ടവരായിരിക്കുന്ന രഥനാഗാശ്വൈ, രഥം, നാഗം, അശ്വം എന്നിവരെ കൊണ്ട്. രഥം എന്ന് പറഞ്ഞാൽ തേര്, നാഗം എന്ന് പറഞ്ഞാൽ ആന, അശ്വം കുതിര, ഇവകളെ കൊണ്ട് അസുരൈഹിച്ച അസുരന്മാരെ കൊണ്ടും അഗമ്യ അഭവത് അഗമ്യമായിട്ട് ഭവിച്ചു, ഗമിക്കുവാൻ സാധിക്കാത്ത തരത്തിൽ ഭവിച്ചു. എവിടെ നോക്കിക്കഴിഞ്ഞാലും അസുരന്മാരുടെ ശിരസ്, ദേഹം, കൈകള്, കാലുകള്, ശരീരത്തിന്റെ പല പല അവയവങ്ങളൊക്കെ ഇങ്ങനെ ചിന്നിച്ചിതറി കിടക്കുകയാണ്. എല്ലാ സ്ഥലത്തും നോക്കുമ്പോഴും എല്ലാ സ്ഥലത്തും കുതിരകളുടെ ഈ പറഞ്ഞ പോലെയുള്ള അവയവങ്ങൾ, കുതിരകള് ചത്തുമലച്ചു കിടക്കുന്നുണ്ട്. അതുപോലെ ആന ചത്തുമലച്ചു കിടക്കുന്നുണ്ട്. അവരുടെ എല്ലാം തേരുകൾ പല സ്ഥലങ്ങളിലും ചിന്നിച്ചിതറി കിടക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം ചിന്നിച്ചിതറി കിടക്കുന്നത് കൊണ്ട് ഒരു ദിക്കിലേക്കും നടന്നു പോകാനായിട്ട് സാധിക്കാത്ത തരത്തിലായിട്ട് മാറി എന്ത്? ഭൂമി. അതാണ് അവിടുത്തെ അവസ്ഥ. പിന്നെയോ ശോണീതൗഘാ മഹാനദ്യ സദ്യസ്തത്ര വിശ്രുശ്രുവു മധ്യേ ചാസുര സൈന്യസ്യ വാരണാസുരവാജിനാം. എന്താണ്? തത്ര അസുര സൈന്യസ്യ മധ്യേ സദ്യ വാരണാസുരവാജിനാം ശോണിതൗഘ മഹാനദ്യ വിശ്രുശ്രുവു ച. എന്താണ്? തത്ര അവിടെ, ആ യുദ്ധഭൂമിയിൽ. എവിടെ? അസുര സൈന്യസ്യ മധ്യേ. അസുര സൈന്യസ്യ മധ്യേ എന്ന് പറഞ്ഞാൽ മധ്യഭാഗത്ത്, നടുക്ക്. ഏത് നടുക്ക്? അസുര സൈന്യസ്യ മധ്യേ, അസുര സൈന്യത്തിന്റെ മധ്യഭാഗത്ത്, നടുക്ക്. സദ്യ പെട്ടെന്ന് തന്നെ വാരണാസുരവാജിനാം. വാരണൻ എന്ന് പറഞ്ഞാൽ ആന, അസുരൻ അസുരന്മാര്, വാജി കുതിര, വാജിനാം ബഹുവചനമാണ്. അപ്പൊ വാരണ അസുരവാജികളുടെ, ആനകളുടെയും അസുരന്മാരുടെയും കുതിരകളുടെയും ശോണിതൗഘ, ശോണിതത്തിന്റെ ഔഘം, ശോണിതത്തിന്റെ കൂട്ടം. ശോണിതം എന്ന് പറഞ്ഞാൽ രക്തം, രക്തത്തിന്റെ കൂട്ടം, അതായത് രക്തം ധാരാളം നിറഞ്ഞു കിടക്കുന്നുണ്ട്. എന്തിന്റെയൊക്കെ? ആനകളുടെയും അസുരന്മാരുടെയും കുതിരകളുടെയൊക്കെ രക്തം ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ് എല്ലാ സ്ഥലത്തും. അതെന്തുപോലെയാണ്? മഹാനദ്യ, മഹാനദി പോലെ.
വിസുശ്രുവു ച വിസുശ്രുവവും ചെയ്തു, അതായത് ഒഴുകുകയും ചെയ്തു. അപ്പൊ അവിടെ ആ അസുര സൈന്യത്തിന്റെ മധ്യത്തിലായിട്ട് പെട്ടെന്ന് തന്നെ ആനകളുടെയും അസുരന്മാരുടെയും കുതിരകളുടെയും ഒക്കെ രക്തങ്ങളെ കൊണ്ട് നിറഞ്ഞ് ആ രക്തങ്ങളുടെ സമൂഹം കൊണ്ട് വലിയ ഒരു പുഴ ഒഴുകുന്നത് പോലെ കാണപ്പെട്ടു. പിന്നെയോ ക്ഷണേന തൻ മഹാസൈന്യം അസുരാണാം തഥാംബിക നിന്യേ ക്ഷയം യഥാവന്നി തൃണാദാരുമഹാജയം. എന്താണ്? വന്നി തൃണദാരുമഹാജയം യഥാ തഥാ അംബിക ക്ഷണേന അസുരാണാം തൽ മഹാസൈന്യം ക്ഷയം നിന്യേ. വന്നി എന്ന് പറഞ്ഞാൽ അഗ്നി, തൃണദാരുമഹാജയം, തൃണം എന്ന് പറഞ്ഞാൽ പുല്ല് എന്നർത്ഥം. ദാരു, ദാരു എന്ന് പറഞ്ഞാൽ മരത്തടി എന്നുള്ള അർത്ഥമുണ്ട്, വൃക്ഷം എന്നുള്ള അർത്ഥമുണ്ട്. ഇവിടെ എന്താണ് നോക്കൂ, തൃണദാരു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തൃണത്തിന്റെ ദാരു, പുല്ലിന്റെ ദാരു എന്ന് പറഞ്ഞാല് പുല്ല് എപ്പോഴാണ് ദാരുത്വത്തെ പ്രാപിക്കുന്നത്? അതിന്റെ ആ ഒരു ചലനം അല്ലെങ്കിൽ അതിന്റെ ശേഷി നഷ്ടപ്പെട്ട് അത് ഉണങ്ങിക്കഴിയുമ്പോഴാണ് ആ ഭാവത്തെ പ്രാപിക്കുന്നത്. അപ്പൊ ആ പുല്ല് ആ ഒരു ഭാവത്തെ പ്രാപിച്ചത് വൈക്കോൽ എന്നുള്ളൊരു ഭാവത്തിലാണ്. അപ്പൊ അതിന്റെ മഹാശയം, മഹാശയം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ കൂട്ടം, വലിയ കൂട്ടം എന്നർത്ഥം. അപ്പൊ എന്താ? വൈക്കോലിന്റെ വലിയ ഒരു കൂട്ടം. യഥാ എപ്രകാരമാണോ തഥാ അപ്രകാരം. അംബിക, അംബിക എന്ന് പറയുന്ന ആ ദേവി ക്ഷണേന, ക്ഷണം കൊണ്ട് പെട്ടെന്ന് തന്നെ അസുരാണാം തൽ മഹാസൈന്യം, അസുരന്മാരുടെ ആ മഹാസൈന്യത്തെ ക്ഷയം നിന്യേ, ക്ഷയത്തിലേക്ക് നയിച്ചു, നാശത്തിലേക്ക് നയിച്ചു. അപ്പൊ എന്താണ്? അഗ്നി എപ്രകാരമാണോ ആ വൈക്കോലിന്റെ വലിയതായിരിക്കുന്ന ആ വൈക്കോലിന്റെ കെട്ടിനെ ഇല്ലാതാക്കുന്നത്, എപ്രകാരമാണോ അപ്രകാരം ആ ഭഗവതി, ആ അംബിക ക്ഷണം തന്നെ അസുരന്മാരുടെ ആ സൈന്യത്തെ ക്ഷയിപ്പിച്ചു, നശിപ്പിച്ചു. ഇപ്പൊ വൈക്കോല്, വലിയ വൈക്കോൽ കെട്ടിനെ അഗ്നി എത്രയും പെട്ടെന്ന് തീർക്കും, കത്തിച്ചു തീർക്കും. അതെപ്രകാരമാണോ അപ്രകാരം ആ വലിയ അസുരന്മാരുടെ കൂട്ടത്തെ ആ ശക്തി സൈന്യം ക്ഷയിപ്പിച്ചു. സച സിംഹോ മഹാനാദം ഉത്സൃജൻ ധൃതകേസര ശരീരേഭ്യമരാരീണാം സൂനിവ വിചിൻവതി. എന്താണ്? സസിംഹ ച ധൂതകേസര മഹാനാദം ഉത്സൃജൻ അമരാരീണാം ശരീരേഭ്യ അസൂൻ വിചിൻവതി ഇവ. സ സിംഹ, സിംഹ എന്ന് പറഞ്ഞ സിംഹം. ഏത് സിംഹം? സ സിംഹ, ആ സിംഹം. ച ആ സിംഹവും എന്നർത്ഥം. ധൂതകേസര, ധൂതമായിരിക്കുന്ന കേസരത്തോടു കൂടിയിട്ട്, അതായത് അത്യധികം ഇളക്കി മറച്ച കേസരത്തോടു കൂടിയിട്ട്, ജടയോടു കൂടിയിട്ട്, മഹാനാദം ഉത്സർജൻ, മഹാനാദത്തെ ഉത്സർജിച്ചുകൊണ്ട്, മഹാഗർജനം പുറപ്പെടുവിച്ചുകൊണ്ട് എന്നർത്ഥം. അമരീണാം ശരീരേഭ്യ, അമരാരീണാം ശരീരേഭ്യ, അമരാരികളുടെ, അമരന്മാര് ദേവന്മാര്, അരി ശത്രു, അമരാരി അമരന്മാർ ദേവന്മാരുടെ ശത്രു, ദേവന്മാരുടെ ശത്രുക്കളുടെ ശരീരേഭ്യ ശരീരങ്ങളിൽ നിന്നും അസൂൻ അസുക്കളെ, പ്രാണനുകളെ വിചിന്വതി ഇവ വിചിന്വതം ചെയ്യുകയും ചെയ്തു. അതായത് വിചിന്വതി എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക എന്നർത്ഥം. അന്വേഷിക്കുന്നത് എന്നതുപോലെ ആരെ, എന്തിനെ അന്വേഷിച്ചു? അമരാരീണാം ശരീരേഭ്യ അസൂൻ വിചിന്വതി ഇവ, ആ അമരാരികളായിരിക്കുന്ന അസുരന്മാരുടെ ശരീരങ്ങളിൽ നിന്നും അവരുടെ ശരീരത്തുള്ളതായിരിക്കുന്ന ആ പ്രാണനെ അന്വേഷിക്കുക എന്ന് പറഞ്ഞാല് എന്താണ് അവിടെ ആവശ്യം? ആ സിംഹത്തിന് അസുരന്മാരുടെ പ്രാണനാണ് ആവശ്യം. ആ പ്രാണൻ എവിടെയാണ് ഉള്ളതെന്ന് അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ പ്രാണനെ എടുത്തു എന്നർത്ഥം. അപ്പൊ ആ സിംഹവും അസുരന്മാരുടെ പ്രാണനെ അപഹരിച്ചു. ദേവ്യാഗണൈശ്ച തൈസ്തത്ര കൃതം യുദ്ധം തഥാസുരൈഃ യഥൈഷാം തുഷ്ടുവുർദേവാ പുഷ്പവൃഷ്ടിമുചോ ദിവി. എന്താണ്? ദേവാ ദിവി പുഷ്പവൃഷ്ടിമുചു,
ദേവന്മാര് ദിവി ദേവലോകത്തിൽ പുഷ്പവൃഷ്ടിയെ മോചിപ്പിച്ചു. അതായത് പുഷ്പവൃഷ്ടി ചെയ്തു. അപ്പൊ ദേവന്മാര് ദേവലോകത്തിൽ നിന്നുകൊണ്ട് പുഷ്പവൃഷ്ടി ചെയ്തു. ഏഷാം യഥാ തുഷ്ടു, ഏഷാം ഇവളെ, ആ ദേവിയെ എന്നർത്ഥം. യഥാ എപ്രകാരമാണോ സ്തുതിക്കേണ്ടത് അതുപോലെ വേണ്ട വിധത്തിൽ ആ ദേവിയെ സ്തുതിച്ചു. ദേവ്യാ ഗണൈശ, ദേവിയുടെ ഗണങ്ങളാലും, തത്ര തൈ അസുരൈ, തത്ര അവിടെ ആ അസുരന്മാരോടൊപ്പം, തഥാ യുദ്ധം കൃതം അപ്രകാരം തന്നെ യുദ്ധമുണ്ടായി, യുദ്ധം ചെയ്തു. അപ്പോ ദേവന്മാര് ദേവലോകത്ത് നിന്ന് പുഷ്പവൃഷ്ടി ചെയ്തു. ആ പുഷ്പവൃഷ്ടി ചെയ്തുകൊണ്ട് ഈ ഭഗവതിയെ, ഈ ശക്തിയെ എപ്രകാരമാണോ സ്തുതിച്ചത്, ആ ദേവിയുടെ ഗണങ്ങളാലും ആ യുദ്ധത്തില് ആ അസുരന്മാരോടൊപ്പം യുദ്ധം ചെയ്തു. അത് പറഞ്ഞാൽ ആ ദേവി എപ്രകാരമാണോ സ്തുതിക്കപ്പെട്ടവളായത്, സ്തുതിക്കർഹയായത്, അതുപോലെ ദേവന്മാരുടെ സ്തുതിക്ക് മറ്റുള്ള ശക്തി സ്വരൂപിണികളും അർഹയായി അവരും അസുരന്മാരുമായിട്ട് യുദ്ധം ചെയ്തു എന്നർത്ഥം. അപ്പൊ അങ്ങനെ ആ ദേവന്മാരുടെ രക്ഷയ്ക്കായിട്ട് ആ ശക്തി സ്വരൂപിണി പലതായി ഭവിക്കുകയും അസുരന്മാരെ പലതരത്തില് ഛിന്നഭിന്നമാക്കുകയും നശിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ആ ശക്തി സ്വരൂപിണികളെല്ലാം ദേവന്മാര് ദേവലോകത്ത് നിന്ന് പുഷ്പവൃഷ്ടിയോടുകൂടി സ്തുതിക്കുകയും ചെയ്തു. ഇത് ശ്രീ മാർക്കണ്ഡേയ പുരാണേ സാവർണികീയ മന്വന്തരേ ദേവീ മഹാത്മേ മഹിഷാസുര സൈന്യവധോ നാമ ദ്വിതീയോധ്യായ. ഇപ്രകാരം ശ്രീ മാർക്കണ്ഡേയ പുരാണത്തിൽ അന്തർഗതമായിരിക്കുന്ന സാവർണിക മന്വന്തരത്തിലെ ദേവീ മഹാത്മ്യത്തിലെ മഹിഷാസുര സൈന്യത്തിന്റെ വധം, സൈന്യങ്ങളുടെ വധം എന്ന പേരോടുകൂടിയിരിക്കുന്ന 2ാമത്തെ അധ്യായം അവസാനിച്ചു. അടുത്തത് 3ാമത്തെ അധ്യായം, മഹിഷാസുരവധം. ഋഷിരുവാച നിഹന്യമാനം തൽസൈന്യമവലോക്യ മഹാസുര സേനാനീശ്ചിക്ഷുരഃ കോപാദ്യയൗ യോദ്ധുമഥാംബികാം. എന്താണ്? ഋഷി ഉവാച. ഉവാച എന്ന് പറഞ്ഞാൽ പറഞ്ഞു. ആര് പറഞ്ഞു? ഋഷി ഉവാച, ഋഷി പറഞ്ഞു. എന്താണ് ഋഷി പറഞ്ഞത് നോക്കൂ. അഥാ സേനാനി ചിക്ഷുര മഹാസുര തൽസൈന്യം നിഹന്യമാനമവലോക്യ കോപാത് അംബികാം യോദ്ധും യയൗ. അഥ അനന്തരം, അതായത് ഇങ്ങനെ അസുരന്മാരെല്ലാം ഛിന്നഭിന്നമാക്കപ്പെട്ടു, മരിച്ചു കുറെ ആളുകള്. അങ്ങനെയുള്ള അതിനുശേഷം എന്നർത്ഥം. സേനാനിയായിരിക്കുന്ന, സേനായുടെ നായകനായിരിക്കുന്ന ആള് ചിക്ഷുരൻ എന്നു പേരോടുകൂടിയിരിക്കുന്ന മഹാസുരൻ. തൽ സൈന്യം, ആ സൈന്യത്തെ, ഏത് സൈന്യത്തെ? മഹിഷാസുരന്റെ ആ സൈന്യത്തെ നിഹന്യമാനം അവലോക്യ, നിഹന്യമാനമാകുന്നത് അവലോകനം ചെയ്തിട്ട് കണ്ടിട്ട്, ആ സൈന്യം, മഹിഷാസുരന്റെ സൈന്യം മുഴുവനായിട്ടും കൊല്ലപ്പെടുന്നതായിട്ട് കണ്ടിട്ട് കോപത്തോടു കൂടിയിട്ട് അംബികാം യോദ്ധും യയൗ, അംബികയോടുകൂടി യുദ്ധം ചെയ്യാനായിട്ട് യയൗ പുറപ്പെട്ടു പോയി എന്നർത്ഥം. അപ്പൊ പിന്നീട് ആ സേനാനിയായിരിക്കുന്ന ചിക്ഷുരൻ എന്ന മഹാസുരൻ ആ സൈന്യത്തിന്റെ എല്ലാം അവസ്ഥ കണ്ടിട്ട്, അവര് എല്ലാം വധിക്കപ്പെടുന്നവരായിട്ട് കണ്ടിട്ട് കോപത്തോടു കൂടിയിട്ട് ആ അംബികയുമായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് പുറപ്പെട്ടു. സദേവീം ശരവർഷേണ വവർഷ സമരേ അസുര യഥാമേരുഗിരേ ശൃംഗം തോയവർഷേണ തോയത. എന്താണ്? സഹ അസുര സമരേ ശരവർഷേണ ദേവീം തോയവർഷേണ മേരുഗിരേ ശൃംഗം യഥാ വവർഷ. വവർഷ എന്ന് പറഞ്ഞാൽ വർഷിച്ചു. എന്ത് വർഷിച്ചു നോക്കൂ. സഹ അസുര, ആ അസുരൻ, സഹ എന്ന് പറഞ്ഞാൽ അവൻ ആരാണ്? ചിക്ഷുരൻ എന്ന് പറയുന്ന അസുരൻ. സമരത്തിൽ, യുദ്ധത്തിൽ, ശരവർഷേണ, ശരത്തിന്റെ വർഷം കൊണ്ട്, ശരങ്ങളുടെ വർഷം കൊണ്ട്, ദേവിയെ തോയതം എന്ന് പറഞ്ഞാൽ മേഘം, തോയവർഷേണ, തോയവർഷം കൊണ്ട്, മേഘം എപ്രകാരമാണോ ജലം വർഷിക്കുന്നത് എന്നതുപോലെ
മേഘം ജലത്തെ വർഷിക്കുന്നതെന്നതുപോലെ മേരുഗിരി എന്ന് പറഞ്ഞ പർവ്വതം, മേരുപർവ്വതത്തിന്റെ ശൃംഗത്തെ യഥാ എപ്രകാരമാണോ മേരുഗിരിയുടെ ശൃംഗം എപ്രകാരമാണോ അപ്രകാരത്തിൽ വർഷിച്ചു. അപ്പൊ എന്താ, ആ ചിക്ഷുരൻ എന്ന് പറയുന്ന ആ അസുരൻ യുദ്ധത്തില് നിർത്താതെ ശരം പ്രയോഗിച്ചുകൊണ്ട് എപ്രകാരമാണോ മേഘം ജലവർഷം കൊണ്ട് മഹാമേരുവിന്റെ കൊടുമുടിയെ മൂടുന്നത് അതുപോലെ മൂടി. അപ്പൊ ഇങ്ങനെ അനേകം ശരം ആ ശക്തിയിലേക്ക് ആ ചിക്ഷുരൻ വർഷിച്ചു എന്നർത്ഥം. അപ്പോഴെന്ത് സംഭവിച്ചു നോക്കൂ. തസ്യച്ഛിത്വാ തതോ ദേവി ലീലയേവ ശരോൽക്കരാൻ ജഘാന തുരകാൻ ബാണൈര്യന്താരം ചൈവ വാജിനാം. തതഃ ലീലയ ഇവ ബാണൈ തസ്യ ശരോൽക്കാരാൻ ഛിത്വാ തുരകാൻ വാജിനാം യന്താരം ച ഏവ ജഘാന. ജഘാന എന്ന് പറഞ്ഞാൽ വധിച്ചു. എന്തിനെ വധിച്ചു നോക്കൂ. തതഃ അനന്തരം ഇങ്ങനെ ആ അനേകം ശരം ആ ചിക്ഷുരൻ വർഷിച്ച് ആ ശക്തിസ്വരൂപിണിയെ മൂടിയപ്പോ അതിനുശേഷം എന്നർത്ഥം. അനന്തരം ലീലയാ ഇവ, ലീല എന്നതുപോലെ, ഒരു കളി എന്നതുപോലെ, ബാണങ്ങളെ കൊണ്ട്, അസ്ത്രങ്ങളെ കൊണ്ട്, തസ്യ ശരോൽക്കരാൻ, തസ്യ അവന്റെ, ആ ചിക്ഷുരന്റെ ശരോൽക്കരങ്ങളെ, ശരങ്ങളുടെ കൂട്ടങ്ങളെ, ഛിത്വ ഛേദനം ചെയ്തിട്ട് മുറിച്ചിട്ട്, തുരകങ്ങളെയും അതായത് കുതിരകളെയും, വാജിനാം യന്താരം, വാജികളെ സഞ്ചരിപ്പിക്കുന്നവൻ, അതിനെ നിയന്ത്രിക്കുന്നവൻ, ആരാണ്? കുതിരകളെ നിയന്ത്രിക്കുന്നവൻ, കുതിരക്കാരൻ എന്നർത്ഥം. അവനെയും ഏവ ജഘാന, അവനെയും കൊന്നു. അപ്പൊ എന്താ, അതിനുശേഷം ലീല എന്നോണം ശരങ്ങളെ കൊണ്ട് അവന്റെ ശരോത്കാരങ്ങളെ, അതായത് അവൻ ഏതായിരിക്കുന്ന ആ ശരങ്ങളുടെ കൂട്ടങ്ങളെ ഛേദിച്ചിട്ട് മുറിച്ചിട്ട് കുതിരയെയും കുതിരക്കാരനെയും കൊന്നു. അവന്റെ കുതിരയെയും കുതിരക്കാരനെയും വധിച്ചു. ചിച്ഛേദ ച ധനുസ്സദ്യോ ധ്വജം ചാദിസമുച്ഛ്രിതം വിവ്യാധ ചൈവ ഗാത്രേഷു ഛിന്നധന്വാനമാശുകൈഃ. ഇനി എന്താണ്? സദ്യ ആശുകൈഃ ധനു അതിസമുച്ഛ്രിതം ധ്വജം ച ചിച്ഛേദ ച ഛിന്നധന്വാനം ഗാത്രേഷു ഏവ വിവ്യാധ ച. സദ്യ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, ആ സമയത്ത് എന്നർത്ഥം. പെട്ടെന്ന് തന്നെ ആ സമയത്ത് ആശുകൈ ധനു, ആശുകങ്ങളെ കൊണ്ട് ധനുസ്. ആശുകം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഗമിക്കുന്നത്, പെട്ടെന്ന് സഞ്ചരിക്കുന്നതാണ് ആശുകം. ആശുകം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, ഗം എന്ന് പറഞ്ഞാൽ ഗമിക്കുക. അപ്പൊ ആശുകങ്ങൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഗമിക്കുന്നത്, പെട്ടെന്ന് സഞ്ചരിക്കുന്നത് എന്താണ്? അസ്ത്രമാണ്. കാരണം അത് എത്രത്തോളം വലിച്ചു വിടുന്നുവോ അത്രത്തോളം വേഗതയിൽ അത് സഞ്ചരിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ആശുകം എന്ന് പറയുന്ന ആ ഒരു പേര് അസ്ത്രത്തിന് വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ആശുകങ്ങളെ കൊണ്ട്, അസ്ത്രങ്ങളെ കൊണ്ട്, ധനുസ് വില്ല്, അതിസമുച്ഛ്രിതം അത്യധികം സമുച്ഛ്രിതമായിട്ട്, അത്യധികം ഉന്നതമായിട്ട്, ധ്വജം ച ധ്വജവും, ചിച്ഛേദ ച ഛേദിച്ചു. അപ്പോ ആ ഭഗവതി, ആ ശക്തി അമ്പുകളെ കൊണ്ട് വില്ലും അത്യധികം ഉയരത്തോടു കൂടിയിരിക്കുന്ന ധ്വജവും മുറിച്ചു. ഛിന്നധന്വാനം ഗാത്രേഷു ഏവ വിവ്യാധ. ഛിന്നധന്വാനം, ഛിന്നമായിരിക്കുന്ന ധന്വാനം ധനുവിനോട് കൂടിയിരിക്കുന്നവനെ, മുറിക്കപ്പെട്ട, ഛിന്നമാക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ മുറിക്കപ്പെട്ട ധനുസ്സിനോട് കൂടിയിരിക്കുന്നവനെ, വില്ലിനോട് കൂടിയിരിക്കുന്നവനെ, ആ അസുരനെ, അവന്റെ ഗാത്രേഷു, ഗാത്രങ്ങളില്, ശരീരത്തിന് മുഴുവൻ, ഗാത്രേഷു ഏവ ശരീരത്തിലെല്ലാം, വിവ്യാധം ചെയ്യുകയും ചെയ്തു, അതായത് അടിക്കുകയും ചെയ്തു. അപ്പോ ആ ശക്തിസ്വരൂപിണി പെട്ടെന്ന് തന്നെ അസ്ത്രങ്ങളെ കൊണ്ട് അവന്റെ ധനുസ്സിനെയും വില്ലിനെയും അത്യധികം ഉയരത്തോടു കൂടിയിരിക്കുന്ന ധ്വജത്തെയും മുറിച്ചു. അങ്ങനെ വില്ലൊക്കെ മുറിക്കപ്പെട്ട അവന്റെ എല്ലാ ശരീരത്തിലെ എല്ലാ ഭാഗത്തും അടിക്കുകയും ചെയ്തു, താടനം ചെയ്യുകയും ചെയ്തു. സച്ഛിന്നധന്വാ വിരധോ
ഹതാശു ഹതസാരഥി അഭ്യധാവത താം ദേവീം ഖഡ്ഗചർമ്മധരോ അസുര. എന്താണ്? ഛിന്നധന്വാ വിരധ ഹത്വാശ ഹതസാരഥി സ അസുര ഖഡ്ഗചർമ്മധര താം ദേവീം അഭ്യധാവത. എന്താണ് വിരധ എന്ന് പറഞ്ഞാൽ വിരധൻ. എങ്ങനെയുള്ള? ഛിന്നധന്വാ വിരധ, ഛിന്നധന്വാവായിരിക്കുന്ന വിരധൻ. ധന്വ എന്ന് പറഞ്ഞാൽ ധനുസിനോട് കൂടിയവൻ. എങ്ങനെയുള്ള ധനുസിനോട് കൂടിയ? ഛിന്നമാക്കപ്പെട്ട മുറിക്കപ്പെട്ട ധനുസിനോട് കൂടിയിരിക്കുന്ന വിരധ. രഥം നഷ്ടപ്പെട്ടവൻ, രഥം വികൃതമാക്കപ്പെട്ടവൻ, രഥം മുറിക്കപ്പെട്ടവൻ എന്നൊക്കെ അർത്ഥം. അപ്പോൾ നശിച്ച ഛേദിക്കപ്പെട്ട വില്ലിനോട് കൂടിയിരിക്കുന്നവനും മുറിക്കപ്പെട്ട രഥത്തോടു കൂടിയിരിക്കുന്നവനും ഹതാശ്വ ഹതമാക്കപ്പെട്ട അശ്വത്തോടു കൂടിയിരിക്കുന്നവനും വധിക്കപ്പെട്ട അശ്വത്തോടു കൂടിയിരിക്കുന്നവനും, അശ്വം എന്ന് പറഞ്ഞ കുതിര, വധിക്കപ്പെട്ട കുതിരകളോട് കൂടിയിരിക്കുന്നവനും ഹതസാരഥി ഹതമാക്കപ്പെട്ട സാരഥിയോട് കൂടിയിരിക്കുന്നവനും, അതായത് വധിക്കപ്പെട്ട സാരഥി എന്ന് പറഞ്ഞ തേരാളിയോട് കൂടിയിരിക്കുന്നവനും അയ സ അസുര, ആ അസുരൻ ഖഡ്ഗചർമ്മധര ഖഡ്ഗവും ചർമ്മവും ധരിച്ചുകൊണ്ട്, ഖഡ്ഗം എന്ന് പറഞ്ഞ വാള്, ചർമ്മം എന്ന് പറഞ്ഞാൽ പരിച, വാളും പരിചയമൊക്കെ ധരിച്ചുകൊണ്ട് താം ദേവിയും ആ ദേവിയെ അഭ്യധാവനം ചെയ്തു, ആ ദേവിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഓടി അർത്ഥം. അപ്പൊ എന്താ? മുറിക്കപ്പെട്ട വില്ലിനോടുകൂടിയവനും തകർക്കപ്പെട്ട രഥത്തോടുകൂടിയവനും വധിക്കപ്പെട്ട ആ കുതിരയോടുകൂടിയവനും വധിക്കപ്പെട്ട സാരഥിയോടുകൂടിയവനുമായിരിക്കുന്ന ആ അസുരൻ വാളും പരിചയവുമൊക്കെ എടുത്തുകൊണ്ട് ആ ദേവിയുടെ നേരെ ഓടി. എന്നിട്ടോ സിംഹമാഹത്യ ഖഡ്ഗേന തീക്ഷ്ണധാരേണ മൂർധനി ആജഘാന ഭുജേ സവ്യേ ദേവീം അപ്യതിവേഗവാൻ. എന്താണ്? അതിവേഗവാൻ തീക്ഷ്ണധാരേണ ഖഡ്ഗേന സിംഹം മൂർധനി ആഹത്യ ദേവീം അപി സവ്യേ ഭുജേ ആജഘാന. അതിവേഗാൻ, അത്യധികം വേഗത്തോടു കൂടിയവനായിട്ട്. തീക്ഷ്ണധാരേണ ഖഡ്ഗേന, ഖഡ്ഗേന എന്ന് പറഞ്ഞാൽ ഖഡ്ഗം കൊണ്ട്. എങ്ങനെയുള്ള ഖഡ്ഗം കൊണ്ട്? തീക്ഷ്ണധാരേണ ഖഡ്ഗേന, തീക്ഷ്ണധാരയോട് കൂടിയിരിക്കുന്ന അത്യധികം മൂർച്ചയോട് കൂടിയിരിക്കുന്ന വാളുകൊണ്ട്. സിംഹം, സിംഹത്തെ. മൂർധനി ആഹത്യ, മൂർധിനി മൂർധാവിൽ, ആഹത്യ ആഹതം ചെയ്തിട്ട്, വെട്ടിയിട്ട്. അപ്പൊ എന്താ? അത്യധികം വേഗത്തോടു കൂടിയാനായിട്ട്, വേഗത്തിൽ ഓടി വന്നിട്ട് അത്യധികം വേഗത്തിൽ തന്നെ തീക്ഷ്ണമായിരിക്കുന്ന മൂർച്ചയുള്ള എന്നൊക്കെ അർത്ഥം, ധാരയോട് കൂടിയിരിക്കുന്ന, അതിന്റെ അഗ്രങ്ങളോട് കൂടിയിരിക്കുന്ന, മൂർച്ചയുള്ള അഗ്രങ്ങളോട് കൂടിയിരിക്കുന്ന വാളുകൊണ്ട് ആ സിംഹത്തിന്റെ മൂർധാവില് വെട്ടിയിട്ട് ദേവീമപി, ദേവിയെയും സവ്യേ ഭുജേ, സവ്യഭുജത്തിൽ, സവ്യഭുജേ എന്ന് പറഞ്ഞാൽ കയ്യിൽ, സവ്യേ ഭുജേ ഇടത്തെ കയ്യിൽ ആജഘാനം ചെയ്തു, അടിച്ചു. അപ്പൊ അവൻ ഓടി വന്ന് അവന്റെ കയ്യിലുള്ള മൂർച്ചയുള്ള വാളിനെ കൊണ്ട് സിംഹത്തിന്റെ തലയിൽ വെട്ടുകയും ആ ദേവിയുടെ ഇടത്തെ കയ്യിൽ അടിക്കുകയും ചെയ്തു. തസ്യാ ഖഡ്ഗോ ഭുജം പ്രാപ്യ പഫാല നൃപനന്ദന തതോ ജഗ്രാഹശൂലം സ കോപാദരുണലോചന. എന്താണ്? ഹേ നൃപനന്ദന, ഖഡ്ഗ തസ്യാ ഭുജം പ്രാപ്യ പഫാല തതഃ കോപാത് അരുണലോചന സ ശൂലം ജഗ്രാഹ. ഹേ നൃപനന്ദന, അല്ലയോ നൃപനന്ദന. ഇവിടെ ആരാണ് നൃപനന്ദനൻ? സുരഥൻ എന്ന് പറയുന്ന ആ മഹാരാജാവ്. അപ്പൊ അല്ലയോ സുരഥ മഹാരാജാവേ, ഖഡ്ഗ, ഖഡ്ഗം, വാള്, തസ്യാഭുജം പ്രാപ്യ, തസ്യാ അവളുടെ, ആ ഭഗവതിയുടെ ഭുജം പ്രാപ്യ, ഭുജത്തെ പ്രാപിച്ചിട്ട്, കൈയിനെ പ്രാപിച്ചിട്ട്, അതായത് ആ ഭുജം, ആ കൈകളിൽ ആ ഖഡ്ഗം പതിച്ചു. അങ്ങനെ ആ ഖഡ്ഗം, വാള് ആ ഭഗവതിയുടെ കയ്യിൽ പതിച്ചപ്പോൾ പഫാല, പഫാലം എന്ന് പറഞ്ഞാല് അത് എന്താണ്? പൊടിയാക്കപ്പെട്ടു, പൊടിഞ്ഞുപോയി എന്നർത്ഥം. തതഃ കോപാൽ, അതിനുശേഷം കോപാത്, കോപത്തോടു കൂടിയിട്ട്, അരുണലോചന സ, അരുണലോചനായിരിക്കുന്ന ചുവന്ന ലോചനത്തോടു കൂടിയിരിക്കുന്ന, കണ്ണുകളോട് കൂടിയിരിക്കുന്ന സ അവൻ ശൂലം ജഗ്രാഹ, ശൂലത്തെ ജഗ്രാഹ എടുത്തു. അപ്പോ അല്ലയോ സുരഥ മഹാരാജാവേ, വാള് അവളുടെ
കയ്യിൽ പതിച്ചപ്പോ അത് പൊടിഞ്ഞുപോയി. അങ്ങനെ പൊടിഞ്ഞു പോയത് കണ്ടിട്ട് അത്യധികം കോപത്തോടു കൂടിയിട്ട് ചുവന്ന കണ്ണുകളോട് കൂടിയിട്ടുള്ള അവൻ ശൂലത്തെ എടുത്തു. അങ്ങനെ എടുത്തിട്ടോ ചിക്ഷേപച തപസ്തത്തു ഭദ്രകാള്യാം മഹാസുര ജാജ്വല്യമാനം തേജോഭി രവിബിംബമിവാംബരാത്. എന്താണ്? തതഃ മഹാസുര അംബരാത് തേജോഭി രവിബിംബമിവ ദൃഷ്ട്വാ തദാവത് ജാജ്വല്യമാനം തൽത്തു ഭദ്രകാള്യാം ചിക്ഷേപച. എന്താണ്? തതഃ മഹാസുര അംബരാത് തേജോഭി രവിബിംബമിവ ജാജ്വല്യമാനം തദ്തു ഭദ്രകാള്യാം ചിക്ഷേപച. തതഃ എന്ന് പറഞ്ഞാൽ അനന്തരം, അതിനുശേഷം, ഇങ്ങനെ അവൻ ശൂലമൊക്കെ എടുത്തതിന് ശേഷം മഹാസുര, ആ മഹാസുരൻ അംബരാത്, അമ്പരത്തിൽ നിന്നും, ആകാശത്തിൽ നിന്നും, തേജോഭി തേജസ്സുക്കളാൽ, രവിബിംബമിവ, രവിബിംബം എന്നതുപോലെ, സൂര്യബിംബം എന്നതുപോലെ, രവി എന്ന് പറഞ്ഞാൽ സൂര്യൻ. അപ്പൊ അതിനുശേഷം ആ മഹാസുരൻ ആകാശത്തിൽ നിന്നും തേജസ്സുക്കളാൽ സൂര്യബിംബം എന്നതുപോലെ ജാജ്വല്യമാനം തൽത്തു, ജാജ്വല്യമാനമായിരിക്കുന്ന, അത്യധികം ദീപ്തമായിരിക്കുന്ന, ജ്വലിക്കുന്നതായിരിക്കുന്ന, തദ്തു അതിനെയാകട്ടെ, അത് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ജ്വലിക്കുന്ന ശൂലമാണ്. ശൂലത്തെയല്ലേ സ്വീകരിച്ചത്? അങ്ങനെ അത്യധികം ജ്വലിക്കുന്നതായിരിക്കുന്ന ആ ശൂലത്തെ ഭദ്രകാള്യാം ചിക്ഷേപച, ഭദ്രകാള്യാം ഭദ്രകാളിയിലേക്ക് ചിക്ഷേപ എറിയുകയും ചെയ്തു എന്നർത്ഥം. ചിക്ഷേപച. അപ്പൊ ഇങ്ങനെ ആ ശൂലത്തെ എടുത്തിട്ട് ആ മഹാസുരൻ ആകാശത്തിൽ നിന്നും തേജസ്സുകളാൽ സൂര്യബിംബം എന്നതുപോലെയുള്ള ജ്വലിക്കുന്നതായിരിക്കുന്ന ആ ശൂലത്തെ ഭദ്രകാളിക്ക് നേരെ എറിഞ്ഞു. എന്നിട്ടോ ദൃഷ്ട്വാ തഥാപതൽ ശൂലം ദേവീ ശൂലമമുഞ്ജത തേന തച്ഛതധാനീതം ശൂലം സച മഹാസുര. എന്താണ്? തത് ആപതൽ ശൂലം ദൃഷ്ട്വാ ദേവി ശൂലം അമുഞ്ജത തേന തത് ശൂലം സ മഹാസുര ച ശതധാനീതം. തത് ആപതൽ, തത് എന്ന് പറഞ്ഞാൽ അത്, ആപതൽ പതിച്ചത്. അപ്പൊ ആ പതിച്ച എന്നർത്ഥം, ആ പതിക്കുന്നതായിരിക്കുന്ന, അതായത് അവൻ എറിഞ്ഞതായിരിക്കുന്ന ആ ശൂലം എന്നർത്ഥം. ശൂലം ദൃഷ്ട്വ കണ്ടിട്ട് ദേവി, ആ ഭഗവതി, ആ ദേവി ശൂലം അമുഞ്ജത, ശൂലത്തെ അമുഞ്ജത മോചിപ്പിച്ചു. അപ്പൊ അവന്റെ ആ ശൂലം വരുന്നത് കണ്ടിട്ട് ദേവി തന്റെ ശൂലത്തെ മോചിപ്പിച്ചു, അതായത് പ്രയോഗിച്ചു. തേന തത് ശൂലം, തേന അതുകൊണ്ട്, ആ ഭഗവതി പ്രയോഗിച്ചതായിരിക്കുന്ന ആ ശൂലം കൊണ്ട്, തത് ശൂലം ആ ശൂലത്തെ, അതായത് അവന്റെ ശൂലത്തെ, ആരുടെ ശൂലത്തെ? ആ ചിക്ഷുരൻ എന്ന് പറയുന്ന അസുരന്റെ ശൂലത്തെ, സ മഹാസുര ച ആ മഹാസുരനും ശതധാ നീതം, ശതധ 100 നീതമായി എന്ന് പറഞ്ഞാൽ ആക്കി, നയിച്ചു എന്നൊക്കെ അർത്ഥം. അതായത് ആ ചിക്ഷുരൻ എന്ന് പറയുന്ന അസുരൻ എന്തിനെ പ്രയോഗിച്ചു? ആ ശൂലത്തെ പ്രയോഗിച്ചു. ആ ചിക്ഷുരനാൽ പ്രയോഗിക്കപ്പെട്ട ആ ശൂലത്തെ കണ്ടിട്ട് ആ ഭഗവതി, ഭദ്രകാളി തന്റെ ശൂലത്തെ പ്രയോഗിച്ചു. ആ ഭഗവതി പ്രയോഗിച്ചതായിരിക്കുന്ന ആ ശൂലം ചിക്ഷുരന്റെ ശൂലത്തെയും ചിക്ഷുരനെയും 100 കഷ്ണങ്ങളാക്കി ഖണ്ഡിച്ചു എന്നർത്ഥം. അങ്ങനെ ചിക്ഷുരന്റെ കഥ അവിടെ കഴിഞ്ഞു. അപ്പോഴോ ഹതേ തസ്മിൻ മഹാവീര്യേ മഹിഷസ്യ ചമൂപദൗ ആജഗാമ ഗജാരൂഢശ്ചാമരസ്ത്രിദശാർദ്ദന. എന്താണ്? മഹിഷസ്യ ചമൂപദൗ മഹാവീര്യേ തസ്മിൻ ഹതേ ചാമര ത്രിദശാർദ്ദന ഗജാരൂഢ ആജഗാമ. അങ്ങനെ ചിക്ഷുരൻ മരിച്ചു. ചിക്ഷുരന്റെ കഥ അവസാനിച്ചപ്പോ മഹിഷസ്യ ചമൂപദൗ, മഹിഷസ്യ മഹിഷന്റെ, മഹിഷാസുരന്റെ, ചമൂപദൗ ചമൂപതി, ചമു എന്ന് പറഞ്ഞാൽ സൈന്യം, സേന, അതിന്റെ പതി, സൈന്യാധിപൻ ആയിരിക്കുന്ന മഹാവീര്യെ, മഹാവീര്യനായിരിക്കുന്ന, അത്യധികം വീര്യത്തോടു കൂടിയിരിക്കുന്ന, ശക്തിമാനായിരിക്കുന്ന തസ്മിൻ ഹതേ, തസ്മിൻ അവൻ ആ സമയത്ത് ഹതേ വധിക്കപ്പെട്ടപ്പോൾ, അപ്പോ മഹിഷാസുരന്റെ സേനാപതിയായിരുന്ന മഹാവീര്യനായിരിക്കുന്ന അവന്റെ വധമുണ്ടായപ്പോൾ ചാമര ത്രിദശാർദ്ദന, ചാമര എന്ന് പറഞ്ഞ ചാമരൻ,
ത്രിദശ അർദ്ദന, അർദ്ദന എന്ന് പറഞ്ഞാൽ മർദ്ദനൻ. എന്തിന്റെ മർദ്ദനൻ? ത്രിദശത്തിന്റെ മർദ്ദനൻ. ദേവലോകത്തിന്റെ ദേവലോകത്തുള്ള ആളുകൾ ദേവന്മാര്, അവരുടെ അർദ്ദനൻ എന്ന് പറഞ്ഞാൽ മർദ്ദിച്ചവൻ എന്ന് പറഞ്ഞാൽ അസുരന്മാർ. അപ്പൊ എന്താണ് ഈ അസുരന്റെ പേര്? ചാമര ത്രിദശാർദ്ദന, ചാമരൻ എന്ന് പറയുന്ന അസുരൻ. ഗജാരൂഢനായിട്ട്, ഗജത്തിന്റെ പുറത്ത്, ആനയുടെ പുറത്ത് ആരൂഢം ചെയ്തവനായിട്ട്, കയറിയവനായിട്ട് ആജഗാമ, എന്ന് വെച്ചാൽ ഗമിച്ചു, വന്നുയർന്നു എന്നർത്ഥം. അപ്പോ മഹിഷാസുരന്റെ ചമൂപതിയായിരിക്കുന്ന ആ മഹാവീര്യൻ ആ സമയത്ത് വധിക്കപ്പെട്ടപ്പോൾ ചാമരൻ എന്ന് പറയുന്ന അസുരൻ ഗജാരൂഢനായിട്ട്, ഗജത്തിന്റെ പുറത്ത് കയറിയിട്ട് വന്നു യുദ്ധത്തിനായിട്ട് അവിടെ എത്തിച്ചേർന്നു എന്നർത്ഥം. അങ്ങനെ ഗജാരൂഢനായിട്ടുള്ള ചാമരനുമായിട്ടുള്ള യുദ്ധമാണ് അടുത്തായിട്ട് സംഭവിക്കാൻ പോകുന്നത്. അടുത്ത ദിവസങ്ങളിൽ കാണാം. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി, നാരായണായേതി സമർപ്പയാമി. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ, നാരായണി നമോസ്തുതേ, നാരായണി നമോസ്തുതേ. കരചരണം കൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിഹിതമവിഹിതം വാ സർവമേതൽ ക്ഷമസ്വ. ശിവശിവകരുണാബ്ധേ ശ്രീമഹാദേവ ശംഭോ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തുതേ. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീശേ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.